ഹലോ ഓൾ, വെൽക്കം ടു ഫോർച്യൂൺ IAS. അങ്ങനെ KS 2025 എക്സാമിനേഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ എക്സാമിനേഷൻ KS 2020 അതിന്റെ ഒരു പ്രിലിംസ് അനാലിസിസ് ആണ് നമ്മൾ നടത്താൻ വേണ്ടി പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, പ്രിലിംസിന് നമുക്ക് 2 പേപ്പേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ പേപ്പറാണ് നിങ്ങൾ ഈ കാണുന്ന ഇവിടെ കൊടുത്തിരിക്കുന്ന സബ്ജക്ട് സച്ച് ആസ് ഹിസ്റ്ററി, കൾച്ചർ, പൊളിറ്റി, ഗവേണൻസ്, ജോഗ്രഫി ആൻഡ് മാത്ത് ആൻഡ് റീസണിങ്. അങ്ങനെ നിങ്ങൾക്ക് ഇത്രയും വരുന്ന 5 സബ്ജക്റ്റുകളും ടോട്ടലി നിങ്ങൾക്കൊരു 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് രാവിലെ നടക്കാൻ വേണ്ടി പോകുന്ന പേപ്പർ 1 എക്സാമിനേഷനിൽ വരുന്നത്. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പേപ്പർ 2-ലുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ആസ് യു ക്യാൻ സീ, ഹിസ്റ്ററി ഉണ്ട്, ഹിസ്റ്ററി റിലേറ്റ് ചെയ്തിരിക്കുന്ന കൾച്ചറൽ പോർഷൻസ് ഉണ്ട്, ദെൻ പൊളിറ്റി ആൻഡ് ഗവേണൻസ്, ജോഗ്രഫി, മാത്ത് ആൻഡ് റീസണിങ്. ഇതിൽ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഇൻസൈറ്റ്, ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ടോട്ടലി നമുക്ക് ഒരു 40 മാർക്കിന് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പൊളിറ്റി, ഗവേണൻസ് ഉൾപ്പെടെ ഒരു 30. ബാക്കിയുള്ള ജോഗ്രഫി ആണെങ്കിൽ ഒരു 15 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മാത്ത് ആൻഡ് റീസണിംഗിൽ നിന്നും 15 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കോർ അപ്രോച്ചിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട സബ്ജക്റ്റുകൾ ഉണ്ട് എന്നുള്ളത്. ശേഷം ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മൾ കോറായിട്ട് നോക്കേണ്ടത്. ഒബ്വിയസ്ലി നിങ്ങളുടെ കയ്യിൽ KS 2020 ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഉണ്ടാകും. ആ സിലബസ് വെച്ച് നോക്കുന്ന സമയത്ത് ഒരുപാട് ഏരിയാസ് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് അത് തീർച്ചയായിട്ടും നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതാണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടി. അവിടെയാണ് ഫോർച്യൂൺ IASന്റെ മെന്റേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വി ഹാഡ് എ ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് ദിസ് പേപ്പർ 1. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ഭാഗങ്ങൾ നോക്കാം. നിങ്ങൾ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ സിലബസ് ഒന്ന് എടുത്ത് നോക്കിക്കേ, ഒരുപാട് നമ്പേഴ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സിലബസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്ന രീതികളാണ് കഴിഞ്ഞ എക്സാമിനേഷന്റെ ട്രെൻഡ് അനുസരിച്ച് ഇവിടെ നമ്മൾ പറയുന്നത്. ഇവിടെ ട്രെൻഡ് അനുസരിച്ച് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ദിസ് ഈസ് പ്യൂർലി ഫ്രം KS പ്രിലിംസ് 2020. ഇതിനുശേഷം PSC നടത്തിയിട്ടുള്ള പല എക്സാമുകളിലും, എസ്പെഷ്യലി ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിനേഷൻ, അതിന്റെ മെയിൻ സ്പെഷ്യൽ എക്സാംസ് ഉള്ള സബ്ജക്റ്റുകളാവട്ടെ, അവിടെയൊക്കെ നമുക്ക് ഇതിന് ശേഷം വന്നിട്ടുള്ള ചില മോഡിഫിക്കേഷൻസ്, എക്സാമിനേഷന്റെ പാറ്റേൺ ചേഞ്ച്, ഇതൊക്കെ മാറുന്നത് കാണാനും സാധിക്കുന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ എന്തായാലും KS 2020 അടിസ്ഥാനത്തിലോട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന ഏരിയാസ് ആണ് നോക്കുന്നത്. സോ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മനസ്സിലോട്ട് വരേണ്ട ടോപ്പിക്കുകൾ എന്തൊക്കെയാണ്? ഏൻഷ്യന്റ് ഉണ്ട്, മിഡീവൽ ഉണ്ട്, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്. അപ്പൊ ഈ 3 ടോപ്പിക് എന്ന് പറയുന്നത് സിവിൽ സർവീസ് ആവട്ടെ PSC ആവട്ടെ വളരെ വിശാലമായിട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ ഏരിയ എങ്ങനെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു പോകണം, അതിനാണ് ഈ PYQs നമ്മളെ സഹായിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കുന്ന സമയത്ത് ഈ ഏരിയകളിൽ നിന്നും മേജർ പൊളിറ്റിക്കൽ ഡൈനാസ്റ്റീസ്, പ്രധാനപ്പെട്ട ചില ഡൈനാസ്റ്റീസ് ഉണ്ട്. അതായത് ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ 100 കണക്കിന് ഡൈനാസ്റ്റീസ് ചരിത്രത്തിലുണ്ട്. അതിൽ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ചില ഡൈനാസ്റ്റീസ്, അവരുടെ യുണീക്നെസ്. അപ്പൊ ആ യുണീക്നെസ് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഐ ഷോ യു ദാറ്റ്. സിമിലർലി പേഴ്സണാലിറ്റീസ്, ചരിത്രത്തിൽ ആയിരക്കണക്കിന് പേഴ്സണാലിറ്റീസ് വരുന്നുണ്ട്. എസ്പെഷ്യലി ഫ്രീഡം മൂവ്മെന്റിന്റെ ഒരു ചാപ്റ്റർ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ 100 കണക്കിന് ആൾക്കാർ വരുന്നുണ്ട്. എല്ലാവരും പഠിച്ചു വെക്കാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി നോട്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും കോർ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അവരെ വേണം നമ്മൾ ഫോക്കസ് ചെയ്യാൻ. അപ്പൊ അതിൽ നിന്നും എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്? ദെൻ സെർട്ടൻ വെരി ഇമ്പോർട്ടൻറ്റ് ഹിസ്റ്റോറിക് ഇവന്റ്സുമായി ബന്ധപ്പെട്ട്, അത് ബാറ്റിൽസ് ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ലാൻഡ്മാർക്ക് പീരിയഡ് ആകാം, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പൊ അങ്ങനത്തെ ചില ചോദ്യങ്ങളാണ് ഇവിടുന്ന് വന്നിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം, എന്നിട്ട് അതിനനുസരിച്ച് വേണം അടുത്ത നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ കൊണ്ടുപോകാൻ. അതിന്റെ ഭാഗമായിട്ട് യു ക്യാൻ സീ സം വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഫ്രം ദ പൊളിറ്റിക്കൽ ഡൈനാസ്റ്റീസ്. അപ്പൊ പൊളിറ്റിക്കൽ ഡൈനാസ്റ്റീസ് എടുത്ത് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, വിച്ച് കിങ്ഡം ഹാഡ് മാട്രിയാർക്കി ഇൻ സൗത്ത് ഇന്ത്യ? ഇങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ട്. സൗത്ത് ഇന്ത്യയിലുള്ള ഡൈനാസ്റ്റീസ് പാണ്ഡ്യ, ചേര, പല്ലവ, ചോള. പക്ഷേ ദിസ് ക്വസ്റ്റ്യൻ ഗോട്ട് ഡിലീറ്റഡ് ബൈ PSC. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് വേണമെങ്കിൽ പാണ്ഡ്യാസ് ആൻസർ വരാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, ഓരോ ഡൈനാസ്റ്റിയും അതിന്റെ സെർട്ടൻ വെരി ഇമ്പോർട്ടൻറ്റ് സ്പെഷ്യാലിറ്റീസ് നമ്മൾ പഠിക്കണം. ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ഇതിവിടെ ഡിസ്കസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഇതുപോലെയുള്ള മറ്റു ചില ഡൈനാസ്റ്റികളുണ്ട്. ആ ഡൈനാസ്റ്റികളുടെ ഫീച്ചേഴ്സ് വെച്ചിട്ട് അപ്കമിങ് എക്സാമിനേഷൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ്. ദെൻ വിച്ച് സ്ക്രിപ്റ്റ് വാസ് ഇൻട്രൊഡ്യൂസ് ഇൻ സൗത്ത് ഇന്ത്യ ബൈ അശോക? അശോകന്റെ സൗത്ത് ഇന്ത്യയിൽ കർണാടകയുടെ ഭാഗത്തുണ്ടായിരുന്ന സ്ക്രിപ്റ്റ് ഏതാണ്? പ്രാകൃത്, പാലി, ബ്രഹ്മി, കരോഷ്ടി, ഇങ്ങനെ ഓപ്ഷൻസ് വരുന്നുണ്ട്. ദെൻ അനദർ ക്വസ്റ്റ്യൻ നോക്കിക്കേ, മാർക്ക് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. യു ഹാവ് 4 സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ. PSC ആദ്യമായിട്ടുള്ള ട്രെൻഡ് ആയിരുന്നു അന്ന് ആ കാലഘട്ടത്തിൽ. പിന്നീട് വന്നിട്ടുള്ള ഒരുപാട് PSC എക്സാംസിൽ ഈ മാറ്റങ്ങൾ കാണാനും സാധിക്കും. അതിൽ മുഗൾ റോൾ ബിഗാൻ ആൻഡ് എൻഡഡ് അറ്റ് പാനിപ്പത്ത്, ഒരു പെർട്ടിക്കുലർ ഇവന്റ് വെച്ചിട്ടാണ്. മറാത്താസ് were defeated in the third battle of Panipat. French rule began with Panipat. French power ended with Panipat. അപ്പൊ പാനിപ്പത്ത് എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിക്കൽ ഇവന്റ്
മിഡീവൽ കാലഘട്ടത്തിൽ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ബാറ്റിൽസ് ആണ് ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് പാനിപ്പറ്റ് ബാറ്റിൽസ് എന്ന് പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് തന്നിരിക്കുന്നത്. ആൻഡ് യു ഹാവ് ടു ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഇഫ് യു നോ ദ വെരി ബേസിക്സ്. ഞാനിവിടെ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ അല്ല ഡിസ്കസ് ചെയ്യുന്നത്, മറിച്ച് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ്. ഓക്കെ, കൂടുതൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം നമുക്ക് ക്ലാസ് റൂമിന്റെ ഭാഗമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ജസ്റ്റ് ഈ ഒരു ട്രെൻഡ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, ദെൻ സിഗ്നിഫിക്കൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കുന്നുണ്ട്. Then moving forward, we have the growth of vernacular literature in medieval India was the greatest contribution of. മെഡീവൽ ഒരു തീമാറ്റിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു കാലഘട്ടത്തിന്റെ പ്രധാനപ്പെട്ട ഒരു തീമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വെർനാക്കുലർ ലിറ്ററേച്ചർ മെഡീവൽ കാലഘട്ടത്തിൽ വളരാൻ ഏറ്റവും കൂടുതൽ കാരണമായിട്ടുണ്ടായിരുന്നത് എന്ത് മുഖേനയാണ്? വിജയനഗര കാലഘട്ടത്താണോ, ബാഹ്മണിയാണോ, സൽത്താൻസ് ആണോ, ഓർ ഭക്തി മൂവ്മെന്റിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണോ എന്നുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അല്ലെ. സോ ദിസ് ഇസ് വൺ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ഇഫ് യു നോ ദ വെരി ബേസിക് തീംസ് ഓഫ് ദ മെഡീവൽ ഇന്ത്യ. അപ്പൊ നിങ്ങൾ മെഡീവൽ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട തീം മനസ്സിലാക്കി വെക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഡൈനാസിസ്, അവരുടെ കോൺട്രിബ്യൂഷൻസ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് കൊണ്ടുപോകണം. അടുത്തതാണ് പേഴ്സണാലിറ്റീസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി. പേഴ്സണാലിറ്റീസ് വരുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കേ, യു ഹാവ് നിസാമുദ്ദീൻ ഔലിയ, തുളസിദാസ്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മെഡീവൽ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഭക്തി സൂഫി സെയിന്റുമാരാണ്. അപ്പൊ അവര് വെച്ചിട്ടുള്ള ചില കോണ്ടംപററി റിലേഷൻഷിപ്പിന്റെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ വിച്ച് റൂളർ ഓഫ് സൗത്ത് ഇന്ത്യ പ്ലാന്റഡ് ദ ട്രീ ഓഫ് ലിബർട്ടി? വളരെ എപ്പോഴും ഫേമസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ട്രീ ഓഫ് ലിബർട്ടി, ദാറ്റ് ഇസ് കണക്ഷൻ വിത്ത് ടിപ്പു സുൽത്താൻ എന്നുള്ളത്. അപ്പൊ ഇങ്ങനത്തെ ചില ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് വരുന്നുണ്ട്. ദെൻ മഹ്മൂദ് ഗവാൻ, വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രൈം മിനിസ്റ്റർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് മെഡീവൽ. ഓക്കെ, അപ്പൊ മെഡീവൽ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിനിസ്റ്റർ ആണ്. അപ്പൊ അദ്ദേഹം ആരുടെ കാലഘട്ടത്തിലാണ് ഉണ്ടായിരുന്നത്? അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇങ്ങനെ ഡിഫറെന്റ് പേഴ്സണാലിറ്റീസ്, അത് ഭക്തി സൂഫി സെയിന്റുമാരാകാം, റൂളേഴ്സ് ആകാം, പ്രൈം മിനിസ്റ്റേഴ്സ് ആകാം. ഓക്കെ, ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. Then which ruler used marble in his buildings? ഈ ചോദ്യത്തിലും ഒരുപാട് അവ്യക്തതകൾ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്ക് അറിയാം, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ് എന്ന് പറയുന്ന ഗ്രേറ്റ് മുഗൾസ് ഉണ്ട് അല്ലെ. ഇതിൽ ഏറ്റവും കൂടുതൽ മാർബിൾസ് ഉപയോഗിക്കുന്നവരാണ് ഷാജഹാൻ ആണ്. എന്ന് കരുതിയിട്ട് ഷാജഹാന്റെ കാലഘട്ടത്തിൽ മാത്രമാണ് അത് ആരംഭിച്ചിട്ടുള്ളത്? അല്ല, ജഹാംഗീറിന്റെ കാലഘട്ടത്തിലുണ്ട്. പക്ഷെ കീ വന്നപ്പോൾ ഷാജഹാൻ ആണ് വരുന്നത് എങ്കിൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ക്വസ്റ്റ്യനിൽ കുറച്ച് അവ്യക്തത, ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ പോലും ബെസ്റ്റ് ആൻസർ പിക്ക് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളത് കൂടെ നിങ്ങൾ ഈ PYQ അനാലിസിസിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഫോർച്യൂണിന്റെ ക്ലാസ് റൂം പ്രോഗ്രാം, അതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഡെയിലി ടെസ്റ്റുകൾ, വീക്ക്ലി ടെസ്റ്റുകൾ, ഇതെല്ലാം നിങ്ങളെ സഹായിക്കും എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. മൂവിങ് ഫോർവേഡ്, ഹൂ റോട്ട് ദ ബുക്ക് എ നേഷൻ ഇൻ ദ മേക്കിംഗ്? ലിറ്ററേച്ചർ പരമായിട്ടുള്ള മോഡേൺ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സരോജിനി നായിഡു, ജവഹർലാൽ നെഹ്റു, അബുൽ കലാം ആസാദ്, SN ബാനർജി. നമ്മൾ എന്തായാലും കുത്തും ജവഹർലാൽ നെഹ്റു ഒന്നല്ലേ, പക്ഷെ അത് നമ്മൾ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പഠിക്കണം. അപ്പൊ സ്പെസിഫിക് ആയിട്ട് പഠിക്കേണ്ട ചില ടോപ്പിക് ഉണ്ട്, ജനറലായി മനസ്സിലാക്കേണ്ട ചില ടോപ്പിക് ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ഇവിടെ നിന്നും മനസ്സിലാക്കേണ്ടത്. Now certain very important events and their features. അപ്പൊ ഇവന്റ്സ് ബേസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ പോലും നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. പാനിപ്പറ്റ് എന്ന് പറയുന്ന ഒരു സിഗ്നിഫിക്കന്റ് ബാറ്റിലുമായി ബന്ധപ്പെട്ടുള്ള ഡിഫറെന്റ് ഡെവലപ്മെന്റ്സ്. ഓക്കെ, അപ്പൊ ആ കാര്യം വേണമെങ്കിൽ നമുക്ക് അവിടെയും ഇന്റഗ്രേറ്റ് ചെയ്യാം. കൂട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട some other questions. അഷ്ടപ്രധാൻ is associated with Shivaji. അഡ്മിനിസ്ട്രേഷന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. Shivaji was the organizer of Maratha Rajya. Sulhi Kul is a theme, idea of Shivaji. Treaty of Purandar is a political event. Okay, that took place with Shivaji. അപ്പൊ ശിവജിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ ചോദ്യമായിട്ട് തന്നിട്ടുള്ളത്. അതായത് ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്തു നോക്കുമ്പോൾ മൈന്യൂട്ട് ആയിട്ടുള്ള ഇൻഫോ ഒന്നും ചോദിച്ചിട്ടില്ല. വളരെ ജനറൽ ആയിട്ട് ആസ്പിരൻസ് അറിഞ്ഞിരിക്കേണ്ട ചില ഭാഗങ്ങൾ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സിൽ സ്റ്റേറ്റ്മെന്റ് ആക്കി കൊടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളത്. അഷ്ടപ്രധാൻ ഉണ്ട്, ദെൻ മറാത്ത രാജ്യ ശിവജി ആണ്, സുൽഹി കുൽ ശിവജി അല്ല, അത് സൂഫി കോൺസെപ്റ്റ് ആണ്. ഈ വാക്ക് തന്നെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് ശിവജിയുമായിട്ട് ബന്ധമുണ്ടെന്ന്. ശിവജി ഇസ് ഗോയിങ് ടു സേ സുൽഹി കുൽ എന്നല്ല, ശിവജി വേറെ ആയിരിക്കും പറയാൻ പോകുന്നത് അല്ലെ മറാത്ത ഭാഷയിൽ. അപ്പൊ അങ്ങനെയൊക്കെ ആലോചിക്കാം. ദെൻ ട്രീറ്റി ഓഫ് പുരന്തർ, some very important political history regarding ശിവജി. അപ്പൊ ആ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഫൈൻ, അതിൽ തന്നെ നോക്കിക്കേ, കറക്റ്റ് മാത്രമല്ല ഇൻകറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആ രീതിയിലൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ദെൻ സോ ഇന്ത്യൻ ഹിസ്റ്ററി വളരെ വിശാലമായിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ പോലും ഇതിന്റെ ഏറ്റവും കോർ ആയിട്ടുള്ള ചില പെർസ്പെക്റ്റീവ്സ് മാത്രമാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, അന്ന് നടന്നിട്ടുള്ള KS പ്രിലിംസിന്റെ അടിസ്ഥാനത്തിലോട്ടുള്ള ചില പ്രധാനപ്പെട്ട ഏരിയസ് മാത്രമാണിത്. അതിനുശേഷം PSCയുടെ ഡിഫറെന്റ് എക്സാമുകളിൽ നടന്നിട്ടുണ്ടായിരുന്നതിന്റെ ട്രെൻഡ് അനുസരിച്ചിട്ട് വി വിൽ ബി ഹാവിംഗ് മോർ ന്യൂ ടോപ്പിക്സ്. അപ്പൊ അതുകൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ പഠനം ഇന്റഗ്രേറ്റ് ചെയ്യാൻ എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. Moving to another topic, that is Kerala history.
കേരള ഹിസ്റ്ററി ആണ് ഇനി നമ്മൾ പറയുന്നത്. ഇൻ വിച്ച് സിമിലർലി ഇവിടെ നമുക്ക് കുറച്ച് പേഴ്സണാലിറ്റീസ് ഉണ്ട്, പക്ഷെ ഇവിടുത്തെ പേഴ്സണാലിറ്റീസ് ദാറ്റ് ഈസ് മോർ അസോസിയേറ്റഡ് വിത്ത് സോഷ്യൽ റിഫോർമേഷൻ. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതെല്ലാം കൂടുതൽ സോഷ്യൽ റിഫോർമേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു. ദെൻ മേജർ ലെജിസ്ലേഷൻസ് ആൻഡ് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഗവൺമെന്റ്. സോ ഇത് നിങ്ങളുടെ സിലബസിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രധാനപ്പെട്ട ലാൻഡ്മാർക്ക് ലെജിസ്ലേഷൻസ് ആസ് വെൽ ആസ് പോസ്റ്റ് ഇൻഡിപെൻഡൻസിൽ നടക്കുന്ന പൊളിറ്റിക്കൽ ഹിസ്റ്ററി, ഡിഫറെന്റ് ഗവൺമെന്റുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ രീതിയിലാണ് കേരള ഹിസ്റ്ററിയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു ഭാഗം കൂടി നോക്കാം. കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന സമയത്ത് ഒരു ബ്രീഫ് ഐഡിയ പറഞ്ഞുതരാം. 18ാം നൂറ്റാണ്ട് മുതൽക്കുള്ള കേരള ഹിസ്റ്ററിയാണ് നമുക്ക് ആവശ്യം. ഏൻഷ്യന്റ് മിഡീവൽ കേരള ഹിസ്റ്ററി ആസ് പെർ യുവർ സിലബസ് ഇല്ല, മറിച്ച് അതിന്റെ ഭാഗങ്ങളിൽ ചില തീമാറ്റിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണ്ടത് അത് കൾച്ചർ ടോപ്പിക്കിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ആ രീതിയിലൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ സോഷ്യൽ റിഫോർമേഷൻ നോക്കിക്കേ. വിച്ച് among the following is not a work of പണ്ഡിത് കറുപ്പൻ? സാധാരണ PSC ചോദിക്കുന്ന ഒരു കോമൺ ടോപ്പിക്കാണ് സോഷ്യൽ റിഫോർമേഷൻ എന്ന് പറയുന്നത്. പണ്ഡിത് കറുപ്പനെ പോലുള്ള ആൾക്കാരെല്ലാം അതിൽ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ആൾക്കാർ കൂടിയാണ്. അപ്പൊ ഇവിടെ നോട്ട് എ വർക്ക് എന്ന രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പണ്ഡിത് കറുപ്പൻ എന്ന വാക്ക് ഇസ് എ ഫണ്ട് സ്കോളർ, റൈറ്റ്? അപ്പൊ അദ്ദേഹത്തിന് കുറെ ലിറ്ററേച്ചർ ഉണ്ടാകും. അപ്പൊ ആ വ്യക്തിയെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു ദ നേച്ചർ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ. അദ്ദേഹത്തിന്റെ നേച്ചർ എന്താണ്, ആദ്യം ഏത് ഫീൽഡിലാണ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത്, അപ്പൊ അതിനടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, യു ഹാവ് മെനി ഓപ്ഷൻസ്. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ കൺസിഡർ ദ ഫോളോയിങ് പെയർ വെച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഫൗണ്ടർ, വിദ്യാഭൂഷണി, ആനന്ദ മഹാസഭ തുടങ്ങിയിട്ടുള്ളത്. അതിൽ ഏറ്റവും കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്ന ഏതാണ്? ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എങ്കിൽ പോലും ഈ ടോപ്പിക്കുകളെല്ലാം വളരെ സിഗ്നിഫിക്കന്റ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ സോഷ്യൽ റിഫോർമേഷൻ ഇത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 25 മുതൽ 30ഓളം വരുന്ന ആൾക്കാരെ നിങ്ങൾക്ക് പഠിക്കണം, ഇൻക്ലൂഡിങ് വുമൺ സോഷ്യൽ റിഫോർമേറ്റീവ് ലീഡേഴ്സ്. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഓൾസോ നോട്ട് ദാറ്റ് ദ സെയിം ടോപ്പിക് ഹാസ് ദാറ്റ് മച്ച് റെലവൻസ് ഫോർ യുവർ മെയിൻസ് examination. Okay, social reformation. Then another question, consider the following statement. She was nominated to Cochin Legislative Assembly. She was an elected member of Malabar District Board. She was related with the Paliyam Satyagraha. She wrote the book Agalathirutte. എന്ന് എഴുതിയിരിക്കുന്നത് ഇതിൽ ഏതൊക്കെയാണ് ആര്യ പള്ളവുമായിട്ട് ശരിയായിട്ടുള്ളത്? ഓക്കെ, അതിൽ നമുക്ക് എത്താൻ ചില എളുപ്പ വഴികളുണ്ട്. ദാറ്റ് ഈസ് എലിമിനേഷൻ മെത്തേഡ്. ബിക്കോസ് അകലത്തിരുട്ട് പോലെയുള്ള അകലത്തിരുട്ട്, അരുൾ നൂൽ തുടങ്ങിയിട്ടുള്ള വർക്കുകളെല്ലാം അത് നമ്മൾ വൺ ഓഫ് ദി പയനിയർ സോഷ്യൽ റിഫോമറുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വർക്കാണ്. തമിഴ്നാടിന്റെ ഭാഗത്ത് ജനിച്ചു വളർന്ന് വന്നുകൊണ്ട് ആദ്യമായിക്കൊണ്ട് സോഷ്യൽ റിഫോർമേറ്റീവ് മൂവ്മെന്റിന് തുടക്കം കുറിച്ചൊരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ വർക്കാണിത്. ഓക്കെ, മുന്തിരിക്കിണർ എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് അറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേസമയത്ത് ദിസ് ക്വസ്റ്റ്യൻ ഈസ് വെരി സിമ്പിൾ ഇഫ് യു നോ ദ വെരി ബേസിക് നേച്ചർ ഓഫ് ദിസ് പേഴ്സണാലിറ്റി. അപ്പൊ പേഴ്സണാലിറ്റീസ് പഠിക്കുന്ന സമയത്ത് അവരുടെ പ്രധാനപ്പെട്ട ലൈഫ് ഇവന്റ്സ് എന്തൊക്കെയായിരുന്നു, കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെ മേഖലകളിലാണ് അവർ ഏറ്റവും കൂടുതൽ തിളങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. മേജർ ലെജിസ്ലേഷൻസ് വൺ ഓഫ് ദി ടഫസ്റ്റ് ഏരിയ ആസ്പിറൻസ് നേരിടുന്ന, കാരണം നമ്മൾ ആരും കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഹിസ്റ്റോറിക്കൽ ലെജിസ്ലേഷൻസ് ഒന്നും പഠിക്കാൻ ശ്രമിക്കാറില്ല, പക്ഷെ അത് സിലബസിലുണ്ട്. അതിൽ നിന്നുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ്. കൊച്ചിൻ നായർ ആക്ട് ഓഫ് 1937-38. കൊച്ചിയിലെ നായർമാരെ സംബന്ധിച്ചിടത്തോട്ടുള്ള ചില ആക്ടുകളാണ് വന്നിട്ടുള്ളത്. അതിന്റെ മുന്നേ നമുക്ക് ട്രാവൻകൂർ നായർ ആക്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് കൊച്ചിൻ നായർ ആക്ട് വരുന്നത്. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു പൊളിറ്റിക്കൽ ഡിവിഷൻ അടിസ്ഥാനത്തിലോട്ടുള്ള ചില ഇമ്പോർട്ടന്റ് ലെജിസ്ലേഷൻസ് ആണ്. അതിന്റെ ഭാഗമായിട്ട് ദാറ്റ് അബോളിഷ്ഡ് മരുമക്കത്തായം എന്നൊക്കെ പറയുന്ന ചില സ്റ്റേറ്റ്മെന്റ് നോക്കി, അതിൽ നിന്നും ഒരു 3 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇത് വൺ ഓഫ് ദി ക്വസ്റ്റ്യൻ മാത്രമാണ്. ഇത് ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ കൊച്ചി വരുന്നതിന് മുമ്പ് ട്രാവൻകൂർ നായർ ആക്ട് വരുന്നുണ്ട്. ശേഷം മലബാറിൽ ചില ഹിസ്റ്റോറിക് ആയിട്ടുള്ള ലെജിസ്ലേഷൻസ് വരുന്നുണ്ട്, മരുമക്കത്തായം. അതുപോലെ നിങ്ങൾക്കറിയാം ദ സിസ്റ്റം കോൾഡ് ആസ് നമ്മളുടെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, മാരേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് റീജിയണൽ ആയിട്ട്, അതായത് യു നോ ദാറ്റ് ബ്രിട്ടീഷ് മലബാർ, കൊച്ചിൻ സ്റ്റേറ്റ്, ട്രാവൻകൂർ സ്റ്റേറ്റ്, ഇങ്ങനെ 3ആയിട്ടായിരുന്നു ഇൻഡിപെൻഡൻസിന്റെ ഒരു സമയം വരേക്കും നമുക്ക് കേരളത്തെ കാണാൻ പറ്റുന്നത്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഡിഫറെന്റ് ലെജിസ്ലേഷൻസ് ആണ് ഇവിടെ ഹിസ്റ്റോറിക്കലി ചോദിച്ചിട്ടുള്ളത്. ദെൻ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് നോക്കിക്കേ, കേരള പഞ്ചായത്ത് രാജ് ബിൽ 1994. അപ്പൊ ഹിസ്റ്റോറിക്കായിട്ടുള്ള ദ എവല്യൂഷൻ ഓഫ് മേജർ ലെജിസ്ലേഷൻസ് എന്ന രീതിയിൽ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അതിന്റെ ഭാഗമായിട്ട് 1994 കേരള പഞ്ചായത്ത് രാജ് ബില്ല് വന്നപ്പോൾ ഏത് മിനിസ്റ്ററാണ് ഉണ്ടായിരുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് വന്നിട്ടുള്ളത്. സിറ്റി അഹമ്മദ് അലിയുടെ കാലഘട്ടത്തിലാണ് വരുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് അടുത്തൊരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളത് ആരുടെ മിനിസ്ട്രി,
കരുണാകർ മിനിസ്ട്രി ആണോ, അച്യുതാനന്ദ മിനിസ്ട്രി ആണോ, അങ്ങനെ ആ രീതിയിൽ ചോദ്യങ്ങളും നിങ്ങൾക്ക് എക്സ്പെക്റ്റഡ് ആണ് കേട്ടോ. അപ്പൊ ആ രീതിയിൽ കുറച്ച് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ദിസ് ബിൽ, കേരള പഞ്ചായത്ത് രാജ് ബിൽ, അത് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടൊരു ബില്ലാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ആ രീതിയിലൊന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഗവൺമെന്റ്. നിങ്ങൾ ഐക്യ കേരള മൂവ്മെന്റ് എന്ന് പറയുന്നൊരു ടോപ്പിക്ക് കേട്ടിട്ടുണ്ടാവും. കേരള സ്റ്റേറ്റിന്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അത് മുതൽക്ക് കേരള സ്റ്റേറ്റ് 1956 ഉണ്ടാകുന്ന സാഹചര്യം, ശേഷം ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഗവൺമെന്റുകൾ, അതിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചേഞ്ചസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ടുള്ള ടോപ്പിക്കാണ് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. ആക്ച്വലി വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സോഴ്സസ് മാത്രം ലഭിക്കുന്ന ഒരു ഏരിയ ആണ് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഗവൺമെന്റ്. ബട്ട് ഡോണ്ട് വെറി, ഫോർച്യൂണിന്റെ നമ്മുടെ ക്ലാസ് നോട്ടിൽ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട്. സോ അതിന്റെ ഭാഗമായിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ്. നെയിം ദ ഫോർമർ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ഹു ഗോട്ട് ഓപ്പർച്യൂണിറ്റി ടു ബിക്കം മെമ്പർ ഓഫ് കൊച്ചിൻ പ്രജാമണ്ഡൽ, തിരുക്കൊച്ചി സ്റ്റേറ്റ്, കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ആൻഡ് രാജ്യസഭ. അതായത് ഞാൻ പറഞ്ഞ ആ ഒരു ടോപ്പിക്ക് തന്നെ എന്താണ്, ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുമ്പ് ബ്രിട്ടീഷ് മലബാർ, കൊച്ചിൻ സ്റ്റേറ്റ്, ട്രാവൻകൂർ എന്ന് പറയുന്ന ഒരു മേഖലയിൽ നിന്നിട്ടുണ്ടായിരുന്ന ഒരു കേരള സംസ്ഥാനം. അങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതിൽ ഓരോ പ്രദേശത്ത് അവരുടേതായിട്ടുള്ള പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സുമായിട്ട് ഡിഫറെന്റ് ഗവൺമെന്റുകൾ ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ ഒരു വ്യക്തി, അദ്ദേഹം കൊച്ചിൻ പ്രജാമണ്ഡലിലെ വ്യക്തിയായിരുന്നു, തിരുക്കൊച്ചി സ്റ്റേറ്റിന്റെ വ്യക്തിയായിരുന്നു, കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി ഫോം ചെയ്യുന്ന വ്യക്തിയാണ്, രാജ്യസഭയിൽ മത്സരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കേരളത്തിൽ ഉണ്ടായിരുന്ന ഫോർമർ ചീഫ് മിനിസ്റ്റർ ആണ് ആരാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരും. ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് ആസ്പിരൻസ് ഒരു പക്ഷേ കൂടുതൽ ബുദ്ധിമുട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും ഇതിൽ കുറച്ച് ലോജിക് ഉണ്ട് ആൻസർ ചെയ്യാൻ വേണ്ടി. ഇവരുടെ റീജിയൻ വെച്ചിട്ടൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് പ്രധാനപ്പെട്ട ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റീസ് ഉണ്ട്. അവർ ആരൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ പഠനം കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. നോക്കിക്കേ, റിഗാർഡിംഗ് ദ സെക്കൻഡ് കോalition മിനിസ്റ്റർ ഓഫ് EMS. EMS 2 തവണയാണ് ഭരിച്ചിട്ടുള്ളത്. ഒന്ന് 1957, മറ്റൊന്ന് 1967. രണ്ടും ഭരിക്കുന്നത് 2 വർഷത്തേക്ക് മാത്രം. അപ്പൊ ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന സെക്കൻഡ് കോalition മിനിസ്ട്രി, ആ സമയത്ത് ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആയിട്ട്. എന്നിട്ട് അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പീരീഡ് പറയുന്നുണ്ട്, പിന്നെ അതിലുള്ള ഒരു കോalition മിനിസ്ട്രിയെ കുറിച്ച് പറയുന്നുണ്ട്, അതിലുണ്ടായിരുന്ന എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആരായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, പ്രധാനപ്പെട്ട ലാൻഡ്മാർക്ക് ഗവൺമെന്റുകൾ, അതിന്റെ മിനിസ്ട്രി, പ്രധാനപ്പെട്ട അച്ചീവ്മെന്റ്സ്, ലിമിറ്റേഷൻസ്, ഇതൊക്കെ നമ്മൾ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമാണ് ഈ 2025 നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് കേരള സർക്കാർ ഓടുന്നു, അതിന്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ. Another question, personality ബേസ് ചെയ്തിട്ട്, ദ പേഴ്സൺ ഹു റിസൈൻഡ് ഫ്രം ദ ഐക്യ കേരള കമ്മിറ്റി. ഐക്യ കേരള കമ്മിറ്റിയിൽ നിന്നും റിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള പേഴ്സൺ ഉണ്ട്. നമുക്കറിയാവുന്ന കുറച്ച് പേഴ്സൺസ്. അപ്പൊ അവരുടെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞതുപോലെ വീണ്ടും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള പേഴ്സൺസിനെ ഐഡന്റിഫൈ ചെയ്യുക. അത് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഉണ്ടാവും, സോഷ്യൽ റിഫോർമേറ്റീവ് ലീഡേഴ്സ് ഉണ്ടാവും. അവരെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവരുടെ പ്രധാനപ്പെട്ട അച്ചീവ്മെന്റ്സ് എന്തായിരുന്നു, അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് ഉണ്ടെങ്കിൽ തന്നെ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ക്വസ്റ്റൻസ് ആണ്. അനദർ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഡിഫറെന്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ വിമോചന സമരം. ഒന്നാം EMS സർക്കാരിനെ താഴെ ഇറക്കുന്ന സമരമാണ് വിമോചന സമരം. അതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതൊരു കോൺസെപ്റ്റ് ആണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. PSP, RSP, നൺ ഓഫ് ദി അബവ്, ബോത്ത് ഓഫ് ദി അബവ് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. ദെൻ നെയിം ദ ഫസ്റ്റ് MLA ഹു ലോസ്റ്റ് ദ സീറ്റ് ആസ് എ റിസൾട്ട് ഓഫ് കോർട്ട് ഓർഡർ. ഒരു MLA അവർക്ക് അവരുടെ സീറ്റ് ഒരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നഷ്ടപ്പെടുന്നുണ്ട്. ആദ്യത്തെ ഒരു സംഭവമാണെന്ന്. ഇന്ന് ചിലപ്പോൾ നമുക്ക് പലർക്കും അത് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ ആ കാലഘട്ടത്തിൽ സംഭവിച്ച ഒന്നായത് കൊണ്ട് തന്നെ ഫസ്റ്റ് നടന്നിട്ടുള്ള ചില സംഭവങ്ങൾ. അപ്പൊ ഫസ്റ്റ് നടന്നിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആദ്യമായിട്ട് ഇന്ത്യയിൽ പ്രസിഡൻസ് റൂൾ നടന്നത് എവിടെയാ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. ഓക്കെ, കേരളത്തിൽ ആദ്യമായിട്ട് എപ്പോഴാണ് നടന്നത് എന്നുള്ള മറ്റൊരു ചോദ്യമുണ്ട്. അപ്പൊ അങ്ങനത്തെ ചില ചോദ്യങ്ങൾ വെച്ചിട്ട് വരെ ഫസ്റ്റ് എന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ MLA ആണ് ചോദിച്ചിരിക്കുന്നത്. യു ഹാവ് ഭാർഗവി, ദെൻ ഉമേഷ് റാവോ, റോസമ്മ ചാക്കോ, റോസമ്മ പുന്നൂസ്. ഇങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. ഫൈൻ. സോ അതാണ് കേരള ഹിസ്റ്ററിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. വീണ്ടും ഞാൻ പറയുന്നു, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ചില മേഖലകൾ മാത്രമാണെങ്കിൽ ഇതല്ലാതെ നമുക്ക് സിലബസ് അടിസ്ഥാനത്തിൽ കുറച്ച് പഠിക്കാനുണ്ട്. നൗ ഡിസ്കസിങ് കേരള കൾച്ചർ. കേരള കൾച്ചർ പഠിക്കുന്ന സമയത്ത്, സിലബസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ ഡിഫറെന്റ് സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ദ സൊസൈറ്റി, ആർട്ട്, ലിറ്ററേച്ചർ, ആർക്കിടെക്ചർ, ട്രൈബൽ കൾച്ചർ, സിനിമ, തിയേറ്റർ, ഇങ്ങനത്തെ പല ടോപ്പിക്സ് കാണാൻ പറ്റും. ഈവൻ എവല്യൂഷൻ ഓഫ് മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. അതിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന ചില ഭാഗങ്ങളാണ്. ഒന്ന് സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് സൊസൈറ്റി. ഇത് നമ്മൾ സിംപ്ലി പഠിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ജസ്റ്റ് ട്രൈ ടു ലേൺ അലോങ് വിത്ത് ദ പൊളിറ്റിക്കൽ ഹിസ്റ്ററി.
പൊളിറ്റിക്കലി ഞാൻ പറഞ്ഞു കേരള ഹിസ്റ്ററി നമുക്ക് പഠിക്കാനുള്ളത് 18-ാം നൂറ്റാണ്ട് മുതൽക്കാണ്. 18-ാം നൂറ്റാണ്ട് വരേക്കും കേരളത്തിന്റെ സൊസൈറ്റിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് ബേസിക്കലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ബാക്കി നിങ്ങൾ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് പഠിച്ചു. ദെൻ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ പരമായിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കേരളത്തിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട ലിറ്ററേച്ചർ, എസ്പെഷ്യലി മലയാളം ലിറ്ററേച്ചർ. ദെൻ ആർക്കിടെക്ചർ, ആർട്ട് ഫോംസ്. ഓക്കെ, ആർട്ട് ഫോംസ്. ഇങ്ങനെയുള്ള മേഖലകളിൽ നിന്നാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഒന്ന് നോക്കിയേ, സാലിയൻ ഫീച്ചേഴ്സ് പറയുന്ന സമയത്ത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഇൻ കേരള മെഗാലിത്തിക്സ് ആർ ബറിയൽ സൈറ്റ്സ്. Iron objects and pottery are the main items found from megalithic burials in Kerala. Pattanam is a megalithic burial site. അപ്പൊ നമുക്ക് പട്ടണം എക്സ്കവേഷൻ എന്ന് പറയുന്നുണ്ട്. അത് മെഗാലിത്തിക്കുമായിട്ട് ബന്ധപ്പെട്ടതാണോ അല്ലേ എന്നുള്ളത്. അപ്പൊ അങ്ങനെ കുറച്ച് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കേരളത്തിന്റെ ഒരു പഴമയെ കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഒരു ചരിത്രമാണ്. കാരണം ഇന്നും നമുക്ക് മെഗാലിത്തിക്കുമായി ബന്ധപ്പെട്ടുള്ള പല എക്സ്കവേഷൻസും നടക്കുന്നതായിട്ട് കാണാൻ പറ്റും, എസ്പെഷ്യലി ഇൻ ദ റീജിയൻസ് ഓഫ് തൃശ്ശൂർ. അപ്പൊ തൃശ്ശൂർ എന്തുകൊണ്ട് മെഗാലിത്തിക്സിന് ഫേമസ് ആകുന്നു, ആലപ്പുഴയിൽ എന്തുകൊണ്ട് ഇല്ല, ഇങ്ങനത്തെ ചില ചോദ്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ തിരിച്ചറിയലാണ് കേരളത്തെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് ഹിസ്റ്റോറിക്കലി. ഓക്കെ, സോ അതിൽ കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ്. Then with reference to caste system in Kerala, കാസ്റ്റ് കേരളത്തിലുണ്ട്. അപ്പൊ ആ കാസ്റ്റ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കോൺസെപ്റ്റുകളാണ് മന്നപ്പേടി, പുലപ്പേടി തുടങ്ങിയിട്ടുള്ള. അത് ഏത് സമയത്താണ് ഉണ്ടായിരുന്നത്, അത് ആരാണ് അബോളിഷ് ചെയ്യുന്നത്? സങ്കരസ്മൃതി, ദെൻ ചാന്നാർ അജിറ്റേഷൻ തുടങ്ങിയിട്ടുള്ള ചില പ്രധാനപ്പെട്ട സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് തിങ്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ തന്നിട്ടും, അതായത് കേരളത്തിന്റെ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് സൊസൈറ്റി എന്ന് പറയുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമുക്ക് ഇവിടെ ഒരു ഇസ്ലാമിക് കൾച്ചർ ഉണ്ട്, ക്രിസ്ത്യൻ കൾച്ചർ ഉണ്ട്, ഹിന്ദു കൾച്ചർ ഉണ്ട്. ഹിന്ദു കൾച്ചറോട് വരുന്ന സമയത്ത് കാസ്റ്റ് സിസ്റ്റത്തിന്റെ ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഉള്ളതിന്റെ ചില എക്സാമ്പിൾസ് ആണ് മന്നപ്പേടി, പുലപ്പേടി എന്ന് പറയുന്ന ചില ആചാരങ്ങൾ, പ്രാക്ടീസസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ചില കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. വിത്ത് റെഫറൻസ് ടു എവല്യൂഷൻ ഓഫ് മലയാളം ലാംഗ്വേജ്, consider the following statement. The word ജനൽ, ഇത് നമുക്ക് മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിന്റെ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടും പറയാം ഈ ടോപ്പിക്ക്. അതേ സമയത്ത് സൊസൈറ്റിയുടെ ഫീച്ചേഴ്സ് ആയിട്ടും പറയാൻ വേണ്ടി പറ്റും. കാരണം നമുക്ക് 15-ാം നൂറ്റാണ്ട് മുതൽക്ക് ഒരു യൂറോപ്യൻ ഇൻഫ്ലുവൻസ് കാണാൻ പറ്റും, ലൈക്ക് ദ പോർച്ചുഗീസ്. ആ പോർച്ചുഗീസായിട്ട് ഒരു കോൺട്രിബ്യൂഷൻ ആണ് ജനാൽ. ഓക്കെ, അങ്ങനെ കുറച്ച് വാക്കുകൾ. ദെൻ അറബ്, ദിവാൻ എന്ന് പറയുന്ന ടേം. ദെൻ സംക്ഷേപ വേദാർത്ഥം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പുസ്തകം, അതാണ് കേരളത്തിൽ ആദ്യത്തെ പ്രിന്റഡ് ബുക്ക്. ഇങ്ങനത്തെ ലിറ്ററേച്ചർ പരമായിട്ടുള്ള ഡെവലപ്മെന്റ്സ് വിത്ത് ദ ഇൻഫ്ലുവൻസ് ഓഫ് സം അതർ പീപ്പിൾ, അങ്ങനെ ബോത്ത് ആയിട്ട് നമുക്ക് പറയേണ്ടി പറ്റും. ഓക്കെ, സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഒരു കൾച്ചർ ഡെവലപ്മെന്റും ആയിട്ട് പറയേണ്ടി പറ്റും. ലിറ്ററേച്ചർ എന്ന് പറയുന്ന സ്പെസിഫിക് ടോപ്പിക്കിന്റെ ഭാഗമായിട്ട് പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഇത്. ഫൈൻ. ദെൻ ആർക്കിടെക്ചർ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. റിഗാർഡിംഗ് ദ ടെമ്പിൾ ആർക്കിടെക്ചർ ഓഫ് കേരള, പല്ലവ സ്റ്റൈല് ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇത് ചോദിക്കാനുള്ള റീസൺ തന്നെ നിങ്ങൾക്ക് അറിയാം. നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് നഗര, ദ്രാവിഡ, ബേസര സ്റ്റൈൽസ് ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ. അതിൽ സൗത്ത് ഇന്ത്യയിൽ തമിഴ്നാട് ഇൻഫ്ലുവൻസിംഗ് ആയിട്ട് വരുന്നതാണത് ദ്രാവിഡ സ്റ്റൈൽ. അപ്പൊ ആ ദ്രാവിഡ സ്റ്റൈൽ ഉള്ളത് കൊണ്ട് തന്നെ കേരളത്തിലോട്ട് അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ദെൻ കൂത്തമ്പലുണ്ട്, ടെമ്പിൾ ആർക്കിടെക്ചറിന്റെ ഭാഗമായിട്ട് വിമാന എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ കേരളത്തിൽ എത്രമാത്രം വിമാനം ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഫൈൻ. സോ നോട്ട് കറക്റ്റ് ആണ് നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കേട്ടോ. ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, ഇത് കുറച്ച് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കുറച്ച് ഫാക്ച്വൽ ആയിട്ട് പഠിക്കേണ്ടതും ഹിസ്റ്റോറിക്കൽ ആയിട്ട് പഠിക്കേണ്ടതും എവല്യൂഷണറി ട്രെൻഡിന്റെ ഭാഗമായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കാണ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. ദ സിമ്പിൾ കോൺസെപ്റ്റ് ഈസ് ദാറ്റ് സംഘകാലഘട്ടം ഉണ്ടായിരുന്ന കേരളത്തിൽ അന്ന് മലയാളം എന്ന് പറയുന്ന ഒരു ഭാഷ ഇല്ല നമ്മുടെ നാടുകളിൽ. തമിഴിന്റെ ഒരു റീജിയണൽ വേരിയന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ മലയാളം ആസ് ആൻ ഇൻഡിപെൻഡന്റ് ലാംഗ്വേജ് ആയിട്ട് വരുന്നപ്പോഴാ മിഡീവൽ കാലഘട്ടം മുതൽക്കാണ്. എന്നാൽ 13-ാം നൂറ്റാണ്ടിന് ശേഷം മാത്രമാണ് മലയാളം ലിറ്ററേച്ചറും കാര്യങ്ങളും വരുന്നത്. ഹോപ്പ് യു ഗൈസ് സംവെയർ ഹേർഡ് അബൌട്ട് ദിസ് സംതിങ് കോൾഡ് ആസ് മണിപ്രവാളം. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനുശേഷമാണ് ചെറുശ്ശേരിയും എഴുത്തച്ഛനും പല ആൾക്കാരും വന്നിട്ട് എഴുതാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ മലയാള ഭാഷയുടെ ഒരു ഡെവലപ്മെന്റ് വരുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാത്ത ലിറ്ററേച്ചർ പരമായിട്ടുള്ള ചില കോൺട്രിബ്യൂഷൻസും നമ്മൾ അറിഞ്ഞിരിക്കണം. സോ വിച്ച് among the following is not related with medicine in Kerala? മടങ്കലീല, പ്രക്രിയ, സർവസ്വം, അഷ്ടാംഗ ശരീരം, പ്രയോഗ സമുച്ചയം. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഡിഫറെന്റ് വാക്കുകൾ തന്നിട്ട് ലിറ്ററേച്ചർ തന്നിട്ട് ഇത് മെഡിസിനുമായി ബന്ധപ്പെട്ട അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഡിഫറെന്റ് മേഖലകളിലെ ലിറ്ററേച്ചർ വരെ അവർ പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. ദെൻ കൺസിഡർ ദ ഫോളോയിങ്. മാമ്പള്ളി കോപ്പർ പ്ലേറ്റ്,
പാർത്ഥിവപുരം കോപ്പർ പ്ലേറ്റ്, ജൂയിഷ് കോപ്പർ പ്ലേറ്റ്. ഓക്കെ, കോപ്പർ പ്ലേറ്റുകൾ എന്ന് പറയുന്നത് ആർക്കിയോളജിക്കൽ ആയിട്ടുള്ള എവിഡൻസ് ആണെങ്കിൽ പോലും അത് വെച്ചിട്ട് അതിന്റെ സിഗ്നിഫിക്കൻസ് ചോദിക്കുന്നുണ്ട്. കാരണം ഇത് ഓരോന്നും നമുക്ക് ഹിസ്റ്റോറിക്കലായിട്ട് ഓരോ കാലഘട്ടം അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ലാംഗ്വേജിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ ഉണ്ടായിരുന്ന ഡിഫറെന്റ് പ്രാക്ടീസസ് ലൈക്ക് സതി പ്രാക്ടീസസ്, ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന കുറച്ച് ലിറ്ററേച്ചറിന്റെ ഭാഗമായിട്ടുള്ള ഭാഗങ്ങളാണ് വരുന്നത്. അപ്പൊ അതും പരീക്ഷയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഒരു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് കേരള സൊസൈറ്റി, കേരള ലിറ്ററേച്ചർ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. Consider the following pairs, work and corresponding authors. കോകില സന്ദേശം, ഉദ്ദാന്ത ശാസ്ത്രികൾ, ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. പ്രധാനപ്പെട്ട മിഡീവൽ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സ്കോളേഴ്സ് ആണ്, അവരുടെ വർക്കും ഓതർഷിപ്പും. ഓക്കെ, ഇതാണ് മെയിൻലി വേണ്ടത്. അപ്പൊ പേർ വെച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഗൈസ് റിമെമ്പർ ദാറ്റ് 2020 ചോദിച്ചാണ്. അപ്പൊ 5 വർഷങ്ങൾക്ക് ശേഷം എക്സാമിനേഷനിൽ ഇൻ ബിറ്റ്വീൻ PSCക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നത് കൊണ്ട് തന്നെ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെ ഡിഫറെന്റ് പുതിയ രീതികളിൽ ചോദിക്കാം. ഇപ്പൊ UPSCയിൽ തന്നെ നിങ്ങൾക്ക് അറിയാം ക്വസ്റ്റ്യൻസിന്റെ ഫോർമാറ്റ് ഓരോ എക്സാമിനേഷനിലും പുതുമയോടുകൂടെ പലതും കയറി വരുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ പുതിയ മെത്തഡുകൾ വരെ PSCക്ക് KS എക്സാമിനേഷനിൽ അഡോപ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ട്രെയിനിങ് കിട്ടുന്ന സമയത്ത്, പഠിക്കുന്ന സമയത്ത് അത് ഏറ്റവും നല്ല ട്രെയിനേഴ്സ് കീഴിലായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ആ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക when you are taking any particular coaching. Fine. Now another question. Parahita system of astronomy, Kadapayadi system, ലഘു ഭാസ്കരീയ വ്യാഖ്യ. അപ്പോൾ ആസ്ട്രോണമിയുമായി ബന്ധപ്പെട്ടുള്ള ചില ലിറ്ററേച്ചർ അവിടെ തന്നിരിക്കുന്നത്, ഗിവിംഗ് മോർ ഇമ്പോർട്ടൻസ് ടു ദ സയന്റിഫിക് ലിറ്ററേച്ചർ. നമ്മൾ സാധാരണ പറയുന്നത് കേരളത്തിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ കേരളത്തിൽ സയന്റിഫിക് ലിറ്ററേച്ചർ ഉണ്ടായിരുന്നു. കേരളത്തിന് നമ്മൾ ഒരു ചെറുതാക്കി കാണേണ്ട ഒരു സ്റ്റേറ്റ് അല്ല നമ്മുടെ കൾച്ചറും നമ്മുടെ ട്രേഡ് റിലേഷൻഷിപ്പും ഒന്നും. അപ്പൊ ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങളൊന്നും കൂടുതൽ വന്നിട്ടില്ല. അടുത്തൊരു എക്സാമിനേഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം കേരളം എന്ന് മാപ്പ് ലോകത്തുണ്ടായോ ആ കാലഘട്ടം മുതൽക്ക് കേരളത്തിന്റെ ഒരു ജോഗ്രഫി അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്ന പ്രദേശം ഭൂലോകത്ത് ഇടം പിടിച്ച നാടാണ് ട്രേഡിന്റെ പേരിൽ, ബിക്കോസ് ഓഫ് അവർ സ്പൈസസ്. ഓക്കെ, അപ്പൊ എന്നതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ലിറ്ററേച്ചറുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കേരളത്തെ കുറിച്ച് പറഞ്ഞ ചില ട്രാവലേഴ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കേരളത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ലിറ്ററേച്ചർ ആയിട്ട് മനസ്സിലാക്കുകയും വേണം. ഓക്കെ, സോ അങ്ങനെ ഡിഫറെന്റ് സിസ്റ്റംസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അനദർ ലിറ്ററേച്ചർ ക്വസ്റ്റ്യൻ ആണ് റിഗാർഡിംഗ് രേവതി പട്ടദാനം. സാമൂതിരിമാരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രേവതി പട്ടദാനം. കടന്നിരിക്കൽ, ഹെഡ് ഓഫ് പയ്യൂർ ഫാമിലി. അപ്പോൾ രേവതി പട്ടദാനം എന്ന് പറയുന്ന ഒരു കൾച്ചറൽ ആസ്പെക്ട് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. നോട്ട് കറക്റ്റ് ആണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. സോ മിഡീവൽ കാലഘട്ടത്തിന്റെ ലിറ്ററേച്ചറിന്റെ ഒരു അസംബ്ലി ആണ്. ഇന്ന് നിങ്ങൾ കോഴിക്കോട് നിങ്ങൾക്ക് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഒക്കെ കാണാൻ പറ്റും അല്ലെ. അപ്പൊ അതിനൊക്കെ മുന്നേ മിഡീവൽ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആണ് രേവതി പട്ടദാനം എന്നുള്ളത്. അപ്പൊ അത് എന്തുകൊണ്ടുണ്ടായി, അതിൽ ജഡ്ജസ് ആരായിരുന്നു, എന്താണ് ഇവർക്ക് ഇതുകൊണ്ട് ലഭ്യമാകുന്നത്, ഒരു അവാർഡൊക്കെ കിട്ടും. നമ്മൾ ഇന്ന് ഗ്രാജുവേഷൻ കഴിയുമ്പോൾ തൊപ്പി അറിയുന്ന പോലെയുള്ള സെറിമണി പോലുള്ള ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വലിയ ബഹുമതികൾ കിട്ടിയിരുന്ന ഒരു സദസ്സ് കൂടിയാണ് രേവതി പട്ടദാനം എന്ന് പറയുന്നത്. നമ്മൾ മാമാങ്കം പഠിച്ചിട്ടുണ്ട് അല്ലെ, കൾച്ചറൽ ഫെസ്റ്റിവൽ ആയിട്ട്. എന്നതിന്റെ മറ്റൊരു വേർഷനാണ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആയിട്ടുള്ള രേവതി പട്ടദാനം. അപ്പൊ അങ്ങനത്തെ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടിയിരിക്കുന്നു. കമ്മിങ് ടു ആർട്ട് ഫോംസ്. ഇവിടെ തന്നിരിക്കുന്നത് മ്യൂറൽ പെയിന്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരൊറ്റ ക്വസ്റ്റ്യൻ. മ്യൂറൽ പെയിന്റിങ്ങുമായി ബന്ധപ്പെട്ട് ഗജേന്ദ്രമോക്ഷം പെയിന്റിങ് എവിടെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? ഡിഫറെന്റ് പാലസസ് ഓഫ് കേരള. അപ്പൊ കേരളത്തിൽ ഇങ്ങനത്തെ മ്യൂറൽ പെയിന്റിങ്സ് ഉണ്ടോ? NCERT പോയിന്റ് ആണ്. SCERT-ലുണ്ട്, NCERT-ലുണ്ട്. കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും സിഗ്നിഫിക്കന്റ് ടോപ്പിക്കാണ് ഗജേന്ദ്രമോക്ഷം പെയിന്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ആർട്ട് ഫോംസിൽ നിന്നും ഒരൊറ്റ ചോദ്യം മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്, മ്യൂറൽ പെയിന്റിംഗ്. പക്ഷെ ഇതല്ലാതെയും ചോദിക്കാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. എസ്പെഷ്യലി ആർട്ട് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഡാൻസസ് അറിയേണ്ടി പറ്റും. കേരളത്തിലെ ഡാൻസസ് എന്ന് പറയുന്ന സമയത്ത് വി ഹാവ് 2 ടൈപ്പ് ഓഫ് ഡാൻസസ്. ക്ലാസിക്കൽ ഡാൻസസ്, കേരളത്തിൽ നിന്നാണ് മോഹിനിയാട്ടവും കഥകളിയും വന്നിട്ടുള്ളത്. അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് മനസ്സിലാക്കി വെക്കണം. അതുപോലെ കേരളത്തിന്റെ ഡിഫറെന്റ് ഭാഗത്തുള്ള ഫോക്ക് ഡാൻസുകൾ, തിയേറ്റർ പെർഫോമൻസ്, ഇങ്ങനത്തെ കുറച്ച് കാര്യം കൊണ്ട് മനസ്സിലാക്കി വെക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഡാൻസ്, ഡിഫറെന്റ് മ്യൂസിക്, കേരളത്തിന്റെ ഇപ്പോൾ സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് പല പ്രോഗ്രാംസും കേരളത്തിന്റെ തനതായിട്ടുള്ള വെർഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കലും ഈ കൾച്ചറിന്റെ ടോപ്പിക്കിന്റെ ഭാഗമായിട്ട് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫൈൻ. നൗ വേൾഡ് ഹിസ്റ്ററി ഒന്ന് കട്ട് ചെയ്യോ. Now let's discuss question from world history. അപ്പോൾ വേൾഡ് ഹിസ്റ്ററി എന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ നോക്കിക്കേ. ഫ്രം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, മേജർ ഇവന്റ്സ് സച്ച് ആസ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി,
ദെൻ ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻസ് ആൻഡ് സെർട്ടൻ വെരി ഇമ്പോർട്ടൻറ്റ് തീംസ്. ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് വേൾഡ് ഹിസ്റ്ററിയുടെ സിലബസ് UPSCയുടെ മെയിൻസിന് തന്നിരിക്കുന്ന സിലബസ് എന്താണോ അത് തന്നെയാണ് KSന്റെ സിലബസ് ആയിട്ടും തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ മനസ്സിലാക്കി വെക്കണം. പ്രിലിംസിന് 10 ക്വസ്റ്റ്യൻസ് വേൾഡ് ഹിസ്റ്ററി എന്ന് മാത്രം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് വേൾഡ് ഹിസ്റ്ററി, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇനി എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? ഒന്ന് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു മോഡേൺ വേൾഡിലോട്ട് നയിക്കുന്ന ഒരു ഇവന്റ് ആണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. അപ്പൊ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ് തുടങ്ങിയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ ഡിഫറെന്റ് പൊളിറ്റിക്കൽ ഇവന്റ്സ്, എസ്പെഷ്യലി ദ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഇൻക്ലൂഡിംഗ് ദ വേൾഡ് വാർസ്, ഡിഫറെന്റ് ഓർഗനൈസേഷൻസ്, ലോകത്തുണ്ടായിട്ടുണ്ടായിരുന്ന ഡിഫറെന്റ് ഓർഗനൈസേഷൻസ്, അതിൽ എസ്പെഷ്യലി വേൾഡ് വാറുമായി ബന്ധപ്പെട്ടുള്ള ഓർഗനൈസേഷൻസ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ തീംസ്. വെൻ കംസ് ടു ദിസ് പെർട്ടിക്കുലർ ടോപ്പിക് തീംസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വാട്ട് ഈസ് കൊളോണിയലിസം, ഇമ്പീരിയലിസം, കമ്മ്യൂണിസം, സോഷ്യലിസം, ഡീകോളനൈസേഷൻ, ഇങ്ങനത്തെ കുറച്ച് തീമാറ്റിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് വേണ്ടത്. അപ്പൊ അങ്ങനത്തെ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ ആണ് വേൾഡ് ഹിസ്റ്ററി. നല്ലതുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കണം, കാരണം പ്രിലിംസിനും മെയിൻസിനൊക്കെ ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒരിക്കലും നിങ്ങൾ വേൾഡ് ഹിസ്റ്ററി സ്കിപ്പ് ചെയ്യരുത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. Now let's see some of the very important questions from Industrial Revolution with reference to the consequences of the Industrial Revolution. അങ്ങനെയാണ് ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഒന്ന് നോക്കിക്കേ. Subjugation of agricultural countries of the world, increased and automated production, rise in per capita income. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നുള്ള രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ കോൺസിക്വൻസ് ചോദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. Now another question നോക്കിക്കേ. With reference to Industrial Revolution in England, ഏതൊക്കെയാണ് കറക്റ്റ്? ഗിൽഡ് സിസ്റ്റം, ഗ്രേറ്റർ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് റിസൾട്ടഡ് ഇൻ എൻഡ് ഓഫ് ഫാക്ടറി സിസ്റ്റം. അപ്പോൾ അത് എവല്യൂഷൻ ആണ്. എങ്ങനെയാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടായിരുന്നത് എന്നുള്ളൊരു ഡിസ്കഷന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. മാനുഫാക്ചറിങ് മെത്തേഡ്സ് ഓൾസോ ചേഞ്ച് ദ മെത്തേഡ്സ് ഓഫ് അഗ്രികൾച്ചർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഏതാണ് കറക്റ്റ് എന്നുള്ളത് നമ്മൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം. മേജർ പൊളിറ്റിക്കൽ ഇവന്റ്സ്. വേൾഡ് വാറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇവന്റ് ഈസ് റിലേറ്റഡ് വിത്ത് സെക്കൻഡ് വേൾഡ് വാർ? ഒരു ജനറൽ ക്വസ്റ്റ്യൻ. അതായത് സെക്കൻഡ് വേൾഡ് വാറിന്റെ ഒരു അകത്ത് നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ഇവന്റ്. അപ്പോൾ ഒന്ന് മാത്രമാണ് സെക്കൻഡ് വേൾഡ് വാർ, ബാക്കിയൊക്കെ അതർ ടോപ്പിക്സ് ആയിരിക്കും അല്ലെ. മൊറോക്കൻ ക്രൈസിസ്, സിമർമാൻ പ്ലാൻ, ഓപ്പറേഷൻ ബാർബറോസ, ദ ബെർലിൻ ബ്ലോക്കേഡ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വേൾഡ് ഹിസ്റ്ററിയുടെ ഒരു ടൈം ലൈൻ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വിത്ത് റെഫറൻസ് ടു റെസൊല്യൂഷൻ ഓഫ് പാർട്ടിഷൻ പ്ലാൻ ഓഫ് പലസ്തീൻ സ്റ്റേറ്റ് ഓഫ് 1947, പലസ്തീനിയൻ ഇഷ്യൂ. 1947 സ്റ്റേറ്റിന്റെ ഒരു പാർട്ടീഷൻ നടക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. പലസ്തീൻ അണ്ടർ ഫ്രഞ്ച് മാൻഡേറ്റ് സിസ്റ്റം ആയിരുന്നു. പ്ലാൻ ഓഫ് പാർട്ടീഷൻ വാസ് റെക്കമെൻഡഡ് ബൈ USA ആണ്. ആഫ്റ്റർ ദിസ് റിവിഷൻ സിവിൽ വാർ ബ്രോക്ക് ഔട്ട് ആൻഡ് ദ പ്ലാൻ വാസ് നോട്ട് ഇംപ്ലിമെന്റഡ്. ഇങ്ങനത്തെ ചില സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുള്ള നോക്കി ഒരു സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ട് ഒരു ഇവന്റിനെ വെച്ചിട്ടുള്ള ചോദ്യമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഡിഫറെന്റ് ഇവന്റുകൾ നമുക്ക് പഠിക്കാനുണ്ട് വേൾഡ് വാറും അതിന്റെ കോൺസിക്വൻസസ് ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ട്. ഇവിടെ നോക്കി റിഗാർഡിംഗ് ദ ഫോർമേഷൻ ഓഫ് UNO എന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്റ്റഡ് ആണ് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ഓർഗനൈസേഷൻസ്, ഐഡിയാസ് ആൻഡ് ഐഡിയോളജി, നാറ്റോ, സീറ്റോ, നാം, ഓട്ടാർക്കി, ഇങ്ങനത്തെ കുറച്ച് ഓർഗനൈസേഷൻസ് ഉണ്ട്. അവരുടെ ഐഡിയകൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇതല്ലാതെയും നമുക്ക് ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻസ് ഫോം ചെയ്യുന്നത് കാണാൻ വേണ്ടി പറ്റും. എസ്പെഷ്യലി നിങ്ങൾ നോക്കിക്കേ, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILO, മറ്റൊന്ന് ഞാൻ പറഞ്ഞു UNO. ദെൻ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ട് കാണാൻ പറ്റുന്ന ചില ടോപ്പിക്സ് ആണ് ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ. അല്ലെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് അറിഞ്ഞിട്ട് നോക്കിക്കേ, ലീഗ് ഓഫ് നേഷൻസ്, ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഉണ്ടായിട്ടുള്ള കൂട്ടായ്മയാണ്. അപ്പോൾ അങ്ങനത്തെ ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻ വെച്ചിട്ട് അവരുടെ ഒരു ഇമ്പോർട്ടൻസും സിഗ്നിഫിക്കൻസും വെച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ എന്തായാലും ലീഗ് ഓഫ് നേഷൻ, UNO, ILO ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ദെൻ തീംസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ്, അതിൽ കൊളോണിയലിസം ഉണ്ട്, ഇമ്പീരിയലിസം, ഡീകോളനൈസേഷൻ, കമ്മ്യൂണിസം, സോഷ്യലിസം, ഇങ്ങനത്തെ കുറച്ച് തീമുകൾ വെച്ചിട്ടുള്ള ചില ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് ദ പ്രോസസ് ഓഫ് വിക്ടറി ഓഫ് ആന്റി കൊളോണിയൽ സ്ട്രഗിൾസ് ആൻഡ് അച്ചീവ്മെന്റ്സ് ഓഫ് ഫ്രീഡം ബൈ കോളനീസ് കെയിം ടു ബി നോൺ ആസ് ഡീകോളനൈസേഷൻ. അപ്പോൾ നോക്കിക്കേ, ഒരു തിയററ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ചോദിക്കുന്നുണ്ട്. തിയററ്റിക്കൽ പരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ വെറുതെ അങ്ങോട്ട് കൊളോണിയലിസം ശരിയാണ്, ഇമ്പീരിയലിസം ശരിയാണ് എല്ലാം വിചാരിക്കരുത്. ദർ ഇസ് എ സം ഡിഫറൻസ് ബിറ്റ്വീൻ കൊളനൈസേഷൻ ആൻഡ് ഇമ്പീരിയലിസം. അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് പഠിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഇവിടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ,
Then these struggles were won only by means of force and violence. Anti-colonial struggles achieved their first success in Africa, then in Asia. അപ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ ട്രെൻഡ് നമ്മൾ മനസ്സിലാക്കണം. അതായത് വെറുതെ അതിന്റെ കോൺസെപ്റ്റോ ഫാക്റ്റോ പഠിച്ചതുകൊണ്ട് കാര്യമില്ല, ഹിസ്റ്റോറിക്കലായിട്ടുള്ള അതിന്റെ ട്രെൻഡ് കൂടെ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് പഠിക്കുന്ന ടോപ്പിക്കുകൾ വളരെ കൃത്യമായിട്ട് അത് എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കാനുള്ള ഒരു അപ്രോച്ചാണ് ഒരു ആസ്പിറന്റിന് വേണ്ടത്. ഓക്കെ, എങ്കിലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എക്സാം ആൾ ഇരുന്നിട്ട് നിങ്ങൾ കൺഫ്യൂസിങ് ആകും. സോ ഗ്ലോബലൈസേഷൻ, അനദർ തീമിൽ വരുന്നതാണ് ഗ്ലോബലൈസേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഗ്ലോബലൈസേഷൻ ഈസ് ഓൾസോ ഹാവിംഗ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് തീംസ്. Is an ongoing process starting from the dawn of civilization. Some scholars find origins of globalization in the expansion of imperialism in Asia and Africa by European powers. Globalization came about with the revolution in transport and communication. The process of globalization was increasingly felt only in 1970s. ഒറ്റ വാക്കേ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്രെൻഡ് മനസ്സിലാക്കി വെക്കണം. ഒരു കോൺസെപ്റ്റ് എങ്ങനെ ഉണ്ടായി, അതിനുശേഷം അതിൻ്റെ ഫർദർ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് എങ്ങനെയായിരുന്നു, അത് എങ്ങനെ എവിടേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതിന് ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഒരു പക്ഷേ ഗ്ലോബലൈസേഷൻ കേട്ടിട്ടുണ്ടാവും, കൊളോണിയലൈസേഷൻ, ഇമ്പീരിയലിസം കേട്ടിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ ആൻസർ അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രെൻഡ്, ഡെവലപ്മെന്റ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചാലേ പറ്റുള്ളൂ. ആ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ദെൻ പൊളിറ്റിക്കൽ എക്കണോമിക് തിയറി ഓഫ് കമ്മ്യൂണിസം. അതിൽ കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് അതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. മാർക്സിസ്റ്റ് ഐഡിയാസ് ഓഫ് ഹൗ ടു ചേഞ്ച് ദ വേൾഡ് വാസ് ബേസ്ഡ് ഓൺ സയന്റിഫിക് അനാലിസിസ് സൊസൈറ്റി ത്രൂ ഹിസ്റ്ററി. അത് മാർക്സിസം, മാർക്സിന്റെ മുമ്പ് ഉണ്ടായിരുന്ന ഏർലി സോഷ്യലിസം എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരാൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നോ സൊസൈറ്റി ക്യാൻ ബി സോഷ്യലിസ്റ്റ് ബിഫോർ ഹാവിംഗ് ഗോൺ ത്രൂ ദ സ്റ്റേജ് ഓഫ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസം ഉണ്ടെങ്കിൽ മാത്രമാണ് സൊസൈറ്റിക്ക് സോഷ്യലിസ്റ്റ് ആകാൻ പറ്റൂ എന്നുള്ള ഒരു വാദമുണ്ട്. ക്യാപിറ്റലിസം ഇറ്റ്സെൽഫ് ക്രിയേറ്റ്സ് ദ കണ്ടീഷൻ ഫോർ ദ ഓവർത്രോ ഓഫ് ദ ക്യാപിറ്റൽ സൊസൈറ്റി. ക്യാപിറ്റലിസം വളർന്നു വരുന്ന സമയത്തെ അത് ഒറ്റയ്ക്ക് തന്നെ നശിച്ചോളും എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് പറയുന്നത്. കാമാർക്സ് ഷോർഡ് ദാറ്റ് ദ മെറ്റീരിയൽ ബേസ് ഓഫ് ലൈഫ് നെവർ ഡിറ്റർമിൻ ദ നേച്ചർ ഓഫ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, തെറ്റായിട്ടുള്ളതുണ്ട്. അത് നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വിത്ത് റെഫറൻസ് ടു colonization, which of the following is not correct? The ideology of imperialism encourages conquest and colonial domination. Colonialism produces a duality society in which one sector is modern and capitalist while another sector will be traditional and pre-capitalist. ഇതൊക്കെ കുറച്ചുകൂടെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇൻ കൊളോണിയൽ ഇന്ത്യ അഗ്രികൾച്ചർ ഹാഡ് നോ ക്യാപിറ്റലിസ്റ്റ് എലമെന്റ്. അപ്പോൾ നോക്കിക്കേ, ഇന്ത്യയുടെ പെർസ്പെക്റ്റീവ് വരെ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ചോദിച്ചു. വേൾഡ് ഹിസ്റ്ററി എന്നൊരു ചോദ്യം ഇന്ത്യൻ ഹിസ്റ്ററിയുടെ പെർസ്പെക്റ്റീവ് വരെ ചോദിക്കുന്ന ട്രെൻഡ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്, ഒരു തീംസ് പ്രത്യേകിച്ച് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു തീം പഠിക്കുമ്പോൾ അതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള തിയറി എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഹിസ്റ്റോറിക്കൽ അതിൻ്റെ എവല്യൂഷൻ മാത്രം പഠിച്ചാൽ പോരാ, അതിൻ്റെ ഡിഫറെൻറ്റ് ട്രെൻഡ് ആൻഡ് ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ഇൻഫ്ലുവൻസ് അതർ പീപ്പിൾ ഓർ അതർ സൊസൈറ്റി എന്നുള്ളത് കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പരീക്ഷാ ഹാളിൽ ഇരുന്ന് ചിന്തിച്ച് നമ്മുടെ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് നിങ്ങൾക്ക് വേണ്ടത് ഡെഫിനറ്റ് ആയിട്ട് ഈ ടോപ്പിക്കിൽ നിന്നുള്ള നല്ലൊരു പ്രാക്ടീസ് തന്നെയാണ്. അപ്പോൾ പ്രാക്ടീസിന് നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആഫ്റ്റർ ഹാവിങ് എ ഗുഡ് റീഡിംഗ് മെറ്റീരിയൽ, ഒരു നല്ലൊരു റീഡിംഗ് റിസോഴ്സൊക്കെ ഉപയോഗിച്ചതിന് ശേഷം മാത്രം ഇത് ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് വേൾഡ് ഹിസ്റ്ററി. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഹിസ്റ്ററിയിൽ നിന്നുള്ള പോർഷൻസ് ആണ്. അതിൽ ഇന്ത്യൻ ഹിസ്റ്ററി പറഞ്ഞു, കേരള ഹിസ്റ്ററി, കേരള കൾച്ചർ, ദെൻ വേൾഡ് ഹിസ്റ്ററി. 40 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. മീനിങ് 40 മാർക്ക് നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ഏരിയ. അപ്പോൾ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഏരിയ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഒരിക്കലും നിങ്ങളുടെ പ്രിപ്പറേഷനിൽ അതിനൊരു നെഗ്ലിജൻസ് ഉണ്ടാകരുത്. വളരെ വൃത്തിക്ക് തന്നെ കൃത്യതയോടെ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ക്ലാസ് റൂം, ഏറ്റവും നല്ല സ്റ്റഡി മെറ്റീരിയൽസ്, ഏറ്റവും നല്ല പ്രാക്ടീസസ്, ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ള കാര്യം ഒരിക്കലും നിങ്ങൾ മറക്കരുത്. ആൻഡ് KS ക്ലാസ്സസ് ഫോർച്യൂണിൽ മാർച്ച് 17 മുതൽക്ക് ആരംഭിക്കുന്നുണ്ടെന്നുള്ള കാര്യം കൂടെ ജസ്റ്റ് ഓർമ്മയിലോട്ട് കൊണ്ടുവരുന്നു. നൗ ലെറ്റ്സ് ഡിസ്കസ് പോളിറ്റി ആൻഡ് ഗവേണൻസ്. പോളിറ്റി ആൻഡ് ഗവേണൻസ് ഒരു 30 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിരിക്കുന്ന ചില ചോദ്യങ്ങൾ പ്ലസ് ഗവേണൻസ് പെർസ്പെക്റ്റീവിലുള്ള ചില ചോദ്യങ്ങൾ. അതിൽ ഒന്ന്, നിങ്ങൾ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് UPSCയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോമൺ ടോപ്പിക്സ് ആണ് പലതും. എന്നാൽ അതിൽ സ്പെസിഫിക്കേഷൻസ് വരുന്നുണ്ട്. വെൻ വി കംസ് ടു ദിസ് ഗവേണൻസ് പാർട്ട്, UPSCനേക്കാൾ അപ്പുറത്തോട്ട് കുറച്ച് പഠിക്കേണ്ടിയിരിക്കുന്ന ടോപ്പിക്കാണ്. സാലിയൻ ഫീച്ചേഴ്സിൽ നമുക്ക് ഫെഡറലിസത്തിൻ്റെ ഫീച്ചേഴ്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെ നിന്നൊക്കെയാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ദെൻ ഷെഡ്യൂൾസ്,
നമുക്ക് ഡിഫറെൻറ്റ് ഷെഡ്യൂളുകളുണ്ട്. ഓരോ ഷെഡ്യൂളുകളും എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നുള്ളതിൻ്റെ ഒരു ജനറൽ ക്വസ്റ്റ്യൻ. മേജർ ആർട്ടിക്കിൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ട് അല്ലേ? പക്ഷേ ഇതിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി വെൻ യു കം ടു ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് തിങ്സ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ദെൻ യൂണിയൻ എക്സിക്യൂട്ടീവ്, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തുടങ്ങിയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ റിഗാർഡിംഗ് ദെയർ ഇലക്ഷൻ പ്രൊസീജിയർ, ക്വാളിഫിക്കേഷൻ, ഇങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പാർലമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ലോകസഭ, രാജ്യസഭ, ഡിഫറെൻറ്റ് ബിൽ, പാർലമെന്ററി കമ്മിറ്റീസ്, ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നെല്ലാം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഡിഫറെൻറ്റ് കമ്മിറ്റീസ്, then different bodies like Controller and Auditor General, Election Commission of India, then ഗവേണൻസ് പാർട്ടിലോട്ട് എത്തുമ്പോഴാണ് കുറച്ചുകൂടെ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. കാരണം ഈ ഒരു പെർസ്പെക്റ്റീവ് ഒരു പക്ഷേ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായേക്കാം, പക്ഷേ കൃത്യതയോടെ പഠിച്ചിട്ടില്ലെങ്കിൽ പ്രിലിംസോ അതിൻ്റെ മെയിൻസോ നിങ്ങൾക്ക് നല്ലപോലെ എഴുതാൻ പറ്റില്ല. പക്ഷേ ഗവേണൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. എസ്പെഷ്യലി അവിടുന്ന് ടേംസ്, ഡിഫറെൻറ്റ് ഡോക്ട്രിൻസ് ആൻഡ് ആക്ട് ഇങ്ങനെ വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. അപ്പോൾ ഇതിന് നല്ലൊരു ക്ലാരിറ്റി വേണ്ട ഒരു ടോപ്പിക്കാണ് ഗവേണൻസ് എന്നുള്ളത്, പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നിൽ നിന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത് എന്നുള്ളത് കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഡിസ്കസിങ് സാലിയന്റ് ഫീച്ചേഴ്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ഫെഡറലിസം ഓഫ് ഇന്ത്യ? ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്. ഇന്ത്യൻ ഫെഡറേഷൻ ഈസ് ആൻ ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ്. ഇതൊരു കോൺസെപ്റ്റാണ്. ഇന്ത്യയുടെ സംസ്ഥാനങ്ങളെ ബോർഡേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അതേസമയത്ത് ഇന്ത്യ ടോട്ടലി മാറ്റാൻ പറ്റുമോ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ഇന്ത്യൻ ഫെഡറേഷൻ ഈസ് ആൻ ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഇൻഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ്. അപ്പോൾ രണ്ടും ഇതെന്തായാലും കോൺട്രാക്ടറി, അപ്പോൾ ഒന്നും രണ്ടും എന്തെയില്ല, ആൻസർ ആയിട്ട് വരില്ല. ദ ടേം ഫെഡറേഷൻ ഹാസ് നോവർ ബീൻ യൂസ്ഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. The parliament can make laws on any matter in the state list or for implementing the international treaties, agreements or conventions. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഫെഡറലിസത്തിൻ്റെ എല്ലാം വളരെ ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ്. പക്ഷേ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കുക, ഇത് 2020 ചോദിച്ച ചോദ്യമാണ്. ഇപ്പുറം 5 വർഷത്തേക്ക് 2025 ആകുന്ന ഒരു ഇടവേളയിൽ ഒരുപാട് PSC എക്സാംസ് വന്നിട്ടുണ്ട്, ഒരുപാട് എക്സാംസിൻ്റെ പാറ്റേൺസ് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പഠിക്കാൻ എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക കേട്ടോ. Who among the following called Indian federalism a cooperative federalism? ഉണ്ടോ, ഫാക്ച്വൽ ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്. ആരാണെന്നുള്ളത്? KC വെയർ ഉണ്ട്, മോറിസ് ജോൺസ് ഉണ്ട്, ഗ്രാൻഡ് ബ്ലോസ്റ്റിൻ ഉണ്ട്, ഐവർ ജെന്നിങ്സ് ഉണ്ട്. ഓക്കെ, നൗ അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദ സാലിയന്റ് ഫീച്ചേഴ്സ് ഇറ്റ് സെൽഫ്. ഇവിടെ ഉണ്ടോ, 2 ലിസ്റ്റ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. എവിടെ നിന്നാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തത്? കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്, അത് എവിടെ നിന്ന് അഡോപ്റ്റ് ചെയ്തുള്ളത്? വി ഹാവ് കൺകറന്റ് ലിസ്റ്റ്, ദെൻ സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിംഗ് എമർജൻസി, മെത്തേഡ് ഓഫ് ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ്, റെസിജ്വൽ പവേഴ്സ്, അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇങ്ങനത്തെ 5 കാര്യങ്ങൾ, ഇത് 5 എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? ഓക്കെ, വളരെ സിമ്പിളായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റാവുന്ന ടോപ്പിക്കാണ്. ഓക്കെ, സോ ആ രീതിയിലൊന്ന് മനസ്സിലാക്കി വെക്കുക എവിടെ നിന്നാണ് ഓരോന്നും നമ്മൾ എടുത്തിട്ടുള്ളത് എന്നുള്ളത്. നമ്മൾ ഈ ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ ഇതോരോന്നും പറയാറുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അണ്ടർ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദ റെസിജ്വർ പവേഴ്സ് ആർ വെസ്റ്റഡ് ഇൻ. കണ്ടോ, ഇവിടെ റെസിജ്വർ പവർ വീണ്ടും ചോദിച്ചു. അത് റെസിജ്വർ പവേഴ്സ് ആർക്കുള്ളത്? സ്റ്റേറ്റിനാണോ സെൻട്രലിനാണോ അതോ 2 പേർക്കുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഒബ്വിയസ്ലി യു ഗൈസ് നോ സെൻട്രലിനാണ് എന്നുള്ളത്. അപ്പോൾ അതാണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ ആയിട്ട് വരുന്നതും. Another question, which writ among the following is a command issued by the court to a public official asking him to perform his official duties? ഒരു കോടതി ചോദിക്കുകയാണ് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനോട് നിങ്ങളുടെ കാര്യം കൃത്യമായിട്ട് ചെയ്യണം എന്നുള്ളത്. അതിന് പറയുന്ന പേരെന്താന്നുള്ളത്. റിട്ടുകളുണ്ട്, നമുക്കറിയാം അല്ലേ? ഹേബിയസ് കോർപ്പസ്, സെർഷ്യോറാറി, മാൻഡാമെസ്കോ വാറൻറ്റോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ കോൺസെപ്റ്റ് ബേസ് ചെയ്തിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് റൈറ്റ് അഗൈൻസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. ഇനി ഡിഫറെൻറ്റ് സ്കെഡ്യൂൾസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇവിടെ കണ്ടോ, പേയേഴ്സ് എന്നിട്ടാണ് 5th schedule, 6th, 9th, 10th. ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് കറക്റ്റ്ലി മാച്ച് ചെയ്തിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ സ്കെഡ്യൂൾസ് എന്ന രീതിയിലാണ്. 5th, 6th, 9th, 10th. അപ്പോൾ നമുക്ക് എല്ലാ സ്കെഡ്യൂൾസും എന്തിനാണ് സ്കെഡ്യൂൾസ്, എന്താണ് ഓരോ സ്കെഡ്യൂൾ കൊണ്ടും ഡിസ്കസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതിൻ്റെ ഒരു
ഒരു ക്ലിയർ കട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ തന്നെ ഈസിലി ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, സാലിയൻ ഫീച്ചേഴ്സ് ആവട്ടെ, സ്കെഡ്യൂൾസ് ആവട്ടെ, വളരെ ബേസിക് പോർഷനിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ ഓർഡർ ടു ഫോം എ ന്യൂ സ്റ്റേറ്റ് വിച്ച് ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നീഡ്സ് ടു ബി അമെൻഡഡ്? ഏതാണ്? 2nd ആണോ, 10th ആണോ, 3rd ആണോ, 1st ആണോ? കാരണം ഏത് ഷെഡ്യൂളാണ് സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നത് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ റിവേഴ്സ് ആയിട്ടുള്ള രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ കൃത്യമായിട്ട് ഷെഡ്യൂളിൻ്റെ ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നൗ മേജർ ആർട്ടിക്കിൾസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ഒരു ടോപ്പിക് ആയിരുന്നു റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണോ, ഒരു ലീഗൽ റൈറ്റ് ആണോ, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണോ? ഇങ്ങനത്തെ ഡിഫറെൻറ്റ് ഡിസ്കഷൻസ് ഉണ്ട് അല്ലേ. എന്തായാലും ഫണ്ടമെന്റൽ റൈറ്റ് അല്ല ആയിരുന്നു, പിന്നീട് മാറ്റി. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. റൈറ്റ് ടു പ്രോപ്പർട്ടി ഇസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്, ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ടു പ്രൊട്ടക്ട് ദ പ്രൈവറ്റ് പ്രോപ്പർട്ടി അഗൈൻസ്റ്റ് എക്സിക്യൂട്ടീവ് ആക്ഷൻ ബട്ട് നോട്ട് അഗൈൻസ്റ്റ് ലെജിസ്ലേറ്റീവ് ആക്ഷൻ. ഇൻ കേസ് ഓഫ് വയലേഷൻ ദ അഗ്രീഡ് പേഴ്സൺ കനോട്ട് മൂവ് ദ ഹൈക്കോർട്ട് അണ്ടർ ആർട്ടിക്കിൾ 226 എന്നൊക്കെ പറയുന്ന ഡിഫറെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, then article 300A protects എന്താണ്? പ്രൈവറ്റ് പ്രോപ്പർട്ടി അഗൈൻസ്റ്റ് എക്സിക്യൂട്ടീവ് ആക്ഷൻ ബട്ട് നോട്ട് ലെജിസ്ലേറ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിളിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് തന്നെ ചിലപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അതാണ് ഇവിടെ കൃത്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ആർട്ടിക്കിളിൽ ആ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നിരിക്കുന്നത് എന്താണോ അത് തന്നെ. ഫോർ എക്സാമ്പിൾ, ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, നോട്ട് ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്സ്. അപ്പോൾ യൂണിയൻ എന്ന് പറയുന്ന വാക്കാണ് ബെറ്റർ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ എന്താണ് കൃത്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൂടെ നോക്കാൻ ശ്രമിക്കുന്നത് നന്നാവും. Then which one among the following is added to fundamental duties through the 86th Constitutional Amendment Act of 2002? ഏതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിലോട്ട് ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് റിഗാർഡിംഗ് എഡ്യൂക്കേഷൻ. അപ്പോൾ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത്, കിട്ടുക എന്നുള്ളത് കുട്ടിയുടെ റൈറ്റ് ആണെങ്കിൽ, ഫണ്ടമെന്റൽ റൈറ്റ് ആണെങ്കിൽ, കൊടുക്കുക എന്നുള്ളത് ഗാർഡിയനോ പാരന്റോ ആരാണോ അവരുടെ ഡ്യൂട്ടിയാണ് എന്ന് പറയുന്നതാണ്. സോ ഹിസ് എ പാരന്റ് ഓർ ഗാർഡിയൻ ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ ടു ഹിസ് ചൈൽഡ് എന്നുള്ള രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ബിറ്റ്വീൻ 6 and 14 years of age. Now യൂണിയൻ എക്സിക്യൂട്ടീവ്. യൂണിയൻ എക്സിക്യൂട്ടീവിൽ ഞാൻ പറഞ്ഞു വി ഹാവ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഇതിൽ ചോദിച്ചിരിക്കുന്നത് റിഗാർഡിംഗ് ദ ഇലക്ഷൻ ഓഫ് വൈസ് പ്രസിഡന്റ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഒന്നുകൂടെ നോക്കാൻ വേണ്ടി പറ്റുന്നത് റീസെൻ്റ് ആയിട്ട് നടക്കുന്ന കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടോ, അല്ലെങ്കിൽ ജനറൽ ആയിട്ട് നിങ്ങൾ എന്തായാലും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരിക്കണം. കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ന്യൂസ് പേപ്പറിൽ ഹൈലൈറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ അതുകൂടെ നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഫോർച്യൂണിൻ്റെ ക്ലാസ്സസിൻ്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും 1 മണിക്കൂറിൻ്റെ കറണ്ട് അഫയേഴ്സ് സെഷനും വീക്കിലി നിങ്ങൾക്ക് കേരള റൗണ്ട് അപ്പ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ കറണ്ട് അഫയേഴ്സിൻ്റെ ഡിസ്കഷനും അതിൻ്റെ സെഷനും ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ അതുകൂടെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്നുകൂടെ പക്ക KS റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വളരെ ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. സോ റിഗാർഡിംഗ് ദ ഇലക്ഷൻ ഓഫ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഏതൊക്കെയാണ് നോട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. The electoral college consists of both elected and nominated members. Electoral college does not include the members of state legislative assemblies. Electoral college includes the elected members of the state legislative assemblies. Kando. All doubts and disputes in connection with the election of vice president are inquired into and decided by the Supreme Court, whose decision is final. ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ നോട്ട് കറക്റ്റ് ഏതാണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഫൈൻ, ഇത് വളരെ സിമ്പിളാണ്. പ്രസിഡന്റിന്റെ ഇലക്ഷൻ, വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ എന്ന രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് കമ്പയർ ചെയ്തൊക്കെ പഠിക്കുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ്. ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് വരുന്നത്. നൗ കമ്മിങ് ടു പാർലമെന്റ്. പാർലമെന്റ് വലിയൊരു ചാപ്റ്റർ ആണ് എന്ന് നിങ്ങൾക്കറിയാം. എങ്കിലും അതിൽ നിന്നും ചോദിച്ചിരിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ റിഗാർഡിംഗ് പ്രൈവറ്റ് ബിൽ. അതിൽ നോട്ട് കറക്റ്റ് ഏതാണ് എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എനി മെമ്പർ ഓഫ് ദ പാർലമെന്റ് അതർ ദാൻ എ മിനിസ്റ്റർ. Drafting is a responsibility of the member concerned. Rejection by the House has no implication on the parliamentary confidence in the government or its resignation. Its introduction in the House requires 7 days notice. 7 ദിവസം നോട്ടീസ് മതിയോ എന്നുള്ളതൊക്കെയാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലൊന്ന് മനസ്സിലാക്കി വെക്കുക. In India, a bill is not to be deemed to be a money bill if it contains provisions for. മണി ബില്ല് ആവില്ല എപ്പോൾ എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ എന്താണ്
ഒരു ജനറലി ഒരു ബിൽ, പബ്ലിക് ബിൽ എന്താണ്, പ്രൈവറ്റ് ബിൽ എന്താണ്, അങ്ങനത്തെ കമ്പാരിറ്റീവ് മോഡലുള്ള ടോപ്പിക്ക് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. മണി ബിൽ എന്താണ്, ഓർഡിനറി ബിൽ എന്താണ്, മണി ബില്ലിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അത് ആർക്കൊക്കെ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, അതിൻ്റെ എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് വരുന്നത്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കണം എന്നുള്ള കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നൗ റിഗാർഡിംഗ് ദ പവേഴ്സ് ഓഫ് ലോകസഭ ആൻഡ് രാജ്യസഭ, അതുമായി ബന്ധപ്പെട്ട അപ്പോൾ അവരുടെ കമ്പാരിറ്റീവ് ആയിട്ടുള്ള ലേണിംഗ് വേണം. ലോകസഭ എന്താണ്, രാജ്യസഭ എന്താണ്, അവരുടെ പ്രധാനപ്പെട്ട പവേഴ്സ് എന്തൊക്കെയാണ്, സിമിലാരിറ്റീസ് എന്തൊക്കെയാണ്, ഡിഫറൻസസ് എന്തൊക്കെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നത്. അനദർ ടോപ്പിക്, റിസസ് എന്ന് പറയുന്ന ടേം ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ സ്കീമുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പാർലമെന്ററി അഫയറുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് റിസസ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? You know, if you have learned this one, it's an interval between prorogation of Parliament and Survey Assembly in a new session. അതിനെ ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രധാനപ്പെട്ട പ്രൊസീജിയറുമായി ബന്ധപ്പെട്ടുള്ള ടെർമിനോളജീസ്, ആ ടേമുകൾ നോക്കുന്നത് നന്നാകും കേട്ടോ. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കുക. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഡിസ്കഷൻസ് എല്ലാം നടത്തുന്നത്. മേജർ കമ്മിറ്റീസ്, എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് യു നോ ദ വെരി ബേസിക്സ്, സ്വരൻ സിംഗ് കമ്മിറ്റി, ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി, രാജമാനാർ കമ്മിറ്റി, അശോക് മെഹ്ത്ത കമ്മിറ്റി. അപ്പോൾ ഈ കമ്മിറ്റീസ് എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ടോപ്പിക്സ് നിങ്ങൾ നോക്കിക്കേ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട് ഇവിടെ. 3 ടയർ സിസ്റ്റം ഓഫ് പഞ്ചായത്ത് രാജ്, 2 ടയർ സിസ്റ്റം ഓഫ് പഞ്ചായത്ത് രാജ്, ദെൻ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ. അപ്പോൾ ഇതിലൊക്കെ വരുന്ന ഡിഫറെൻറ്റ് കമ്മിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഇനിയെങ്കിലും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ കമ്മിറ്റി ബേസ് ചെയ്തിരിക്കുന്ന ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഡിഫറെൻറ്റ് ബോഡീസ്, ഓക്കെ. ഡിഫറെൻറ്റ് ബോഡീസ് എന്ന് പറയുന്ന സമയത്ത് ഒന്ന് ചോദിച്ചിരിക്കുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്ന CAG പോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അത് നോട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഈ പരീക്ഷയുടെ ട്രെൻഡ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുന്ന സമയത്ത് പലപ്പോഴും കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇതിനെക്കുറിച്ച് പറയാത്തത് ശരിയല്ലാത്തത്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് വളരെ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ തന്നിട്ടുള്ളത്. അല്ലാണ്ട് ജനറലി സാധാരണ രീതിയിൽ നിങ്ങൾ PSC പഠിക്കുന്ന പോലുള്ള ഒരു ഫാക്ച്വൽ അപ്രോച്ച് നടത്തിയിട്ട് ഒരു കാര്യമില്ല. KS പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടത് പഠിക്കുന്ന ടോപ്പിക്ക്, വാട്ട് ഈസ് ദാറ്റ് ടോപ്പിക്, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ആൻഡ് അതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയേ തീരൂ. ഓക്കെ. So you have 4 options given here. CAG എന്ന് പറയുന്നത് submit its audit report relating to accounts of center to the Chief Justice of Supreme Court. CAG സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനാണോ റിപ്പോർട്ട് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഒരു സ്റ്റേറ്റ്മെന്റ്. CAG is not eligible for further office. Salary and other services are determined by Parliament. Advice to the President with regard to prescription of the form in the which the accounts of the center and state shall be kept. അതിനുള്ള അഡ്വൈസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെന്നുള്ള. അപ്പോൾ ഇവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് വളരെ വൃത്തിക്ക് പഠിച്ചാൽ മതി. സിമിലർലി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ദ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ടു ബിക്കം എ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആകാനുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമുള്ള പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ എന്താണ്? ഷുഡ് ഹാവ് ബീൻ ഇൻ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. IAS കാരനാകണമെന്നുണ്ടോ? ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് 35 years ഓഫ് ഏജ് 35 വയസ്സ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടോ? ഷുഡ് ഹാവ് പ്രാക്ടീസ്ഡ് ലോ ഫോർ നോട്ട് ലെസ് ദാൻ 5 years ഇൻ എനി ഹൈക്കോർട്ട്. ഹൈക്കോടതി വക്കീലാവണം, IAS ആകണം, എല്ലാം കൂടി ആവണം. 35 വയസ്സും. അപ്പോൾ തന്നെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കോൺട്രഡിക്ഷൻസ് കാണാൻ പറ്റും അല്ലേ? അപ്പോൾ ആ രീതിയിലൊന്ന് മനസ്സിലാക്കി വെക്കുക എന്തൊക്കെയാണ് അവരുടെ ക്വാളിഫിക്കേഷൻസ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് ഓർഗനൈസേഷൻ ഏത് ബോഡി എടുത്ത് പഠിക്കുമ്പോഴും വാട്ട് ഈസ് ദ ബേസിക് ക്വാളിഫിക്കേഷൻ അക്കോർഡിംഗ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ശ്രമം കൂടിയും വേണം കേട്ടോ. ഗവേണൻസിൻ്റെ ഭാഗം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. പറയാൻ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് കുറച്ച് ടഫായിട്ടുള്ള ഏരിയാസ് എന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. ഇൻ ദ സെൻസ് ടേംസ്, ഡോക്ട്രിൻസ്, ആക്ട്, ഇത് വെച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി ടു ഗെറ്റ് ഇൻ ടു ദ റൈറ്റ് ആൻസർ. അപ്പോൾ അതിന് നമ്മൾ കൃത്യമായിട്ട് ഇനി പഠിക്കുമ്പോഴെങ്കിലും വളരെ ശ്രദ്ധയോടെ ഗവേണൻസിൻ്റെ ഭാഗം സിലബസ് എടുത്തിട്ട് ഗവേണൻസിൻ്റെ ഭാഗം കൃത്യമായിട്ട് ക്ലാസ് നോട്ട് വെച്ചിട്ട് അതെന്താണോ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ അർത്ഥം എന്താണോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനുശേഷം കുറച്ച് പ്രാക്ടീസ് കൂടെ ഡെഫിനറ്റ്ലി നിങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. ആ രീതിയിൽ വേണം നിങ്ങൾ ചെയ്യാൻ കേട്ടോ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ ഓഫ് ദ ഡോക്ട്രിൻ ഓഫ് നെസസിറ്റി ആസ് അപ്ലൈഡ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ഹിയറിംഗ്സ്. അഡ്മിനിസ്ട്രേറ്റീവ് ഹിയറിംഗിൽ പറഞ്ഞിരിക്കുന്ന ഡോക്ട്രിൻ ഓഫ് നെസസിറ്റിയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസ് നോട്ട് ബേസ്ഡ് ഓൺ സൗണ്ട് നെസസിറ്റി ഈസ് ജസ്റ്റിഫൈഡ്.
Necessity acts as an exception to bias. The non-application of the doctrine in certain situations would impede justice. It postulates that every kind of preference made in administrative decisions and its process need not vitiate and administrative actions. ഇത് പരീക്ഷകളിൽ ഇരുന്ന് ആദ്യമായിട്ട് കേൾക്കുന്ന ആൾ ഇത് സ്കിപ്പ് ചെയ്യുകയുള്ളൂ അല്ലേ? ഞാനൊരു കോമൺ ആസ്പിറൻ്റെ പെർസ്പെക്റ്റീവിലാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് ഇങ്ങനത്തെ ഡിഫറെൻറ്റ് ഡോക്ട്രീൻ ഓഫ് നെസസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അഡ്മിനിസ്ട്രേഷൻ തലത്തിൽ? അപ്പോൾ അത് എത്രമാത്രം നമുക്ക് ഉപയോഗപ്പെടുന്നുണ്ട്, അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, അങ്ങനെ ആ രീതിയിൽ ആ കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇത് പഠിക്കാൻ പറ്റുള്ളൂ. കാരണം കോൺസെപ്റ്റാണ് അതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരാനും പോകുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള പഠനം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. As per the Child Labour Prohibition and Regulation Act of 1986, a week means ഒരാഴ്ച എന്ന് പറയുമ്പോൾ എത്രയാണ്? 7 ദിവസം ഉണ്ടല്ലേ? സ്റ്റാർട്ടിങ് ഫ്രം ദ മിഡ് നൈറ്റ് ഓഫ് ഞായറാഴ്ച രാത്രിയല്ലേ നമുക്ക് അല്ലേ? വീക്ക് തിങ്കളാഴ്ച മുതലാണ് നമുക്ക് ആരംഭിക്കുന്നത്. പക്ഷേ ആസ് പെർ ദിസ് ആക്ട് എപ്പോഴാണ് ആരംഭിക്കുന്നത്? സാറ്റർഡേ മുതൽക്കാണ് ആരംഭിക്കുന്നത്. അപ്പോൾ സൺഡേ എന്ന് പറയുന്നത് എന്താണ്? വീക്കിലെ ഫസ്റ്റ് ഡേ ആണ്, നമുക്ക് മൺഡേ ആണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അനദർ ക്വസ്റ്റ്യൻ നോക്കിക്കേ. എക്സ് cuts a mango tree in a government land and sells the wood for money. He is liable under the Kerala Land Conservancy Act with പുള്ളിക്കാരൻ എന്താ കിട്ടുക എന്നുള്ളത്? 200 രൂപ ഫൈൻ ഒരു മരത്തിനെ. മാങ്ങ വിറ്റ് കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ കിട്ടില്ലേ? ആലോചിച്ച് നോക്കണം. ഡാമേജ് ഓഫ് 3 times the value of the tree and fine of Rs 500 only. Damages of 3 times the value of the tree and fine of Rs 500 or punishment of imprisonment extending to 6 months. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ അനുസരിച്ച് നോക്കിയാൽ മതി ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരാൻ ചാൻസ് ഏതാ ഉള്ളത് എന്നുള്ളത്. ഫൈൻ, സച്ച് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓൾസോ ആസ്ക്ഡ്. Which one of the following is not true with regard to India's reservation to the provisions of Convention on Elimination of All Forms of Discrimination Against Women? അങ്ങനെ ഒരു കൺവെൻഷൻ നടന്നിട്ടുണ്ട്. ആ കൺവെൻഷനിൽ ഇന്ത്യയുടെ നേച്ചർ എന്താ? ടു ടേക്ക് മെഷേഴ്സ് ടു എലിമിനേറ്റ് കൾച്ചർ ഇന്ത്യയുടെ സ്റ്റീരിയോടൈപ്പ് റോൾ ഓഫ് മെൻ ആൻഡ് വുമൺ. അതാണോ ഇന്ത്യ എടുക്കുന്നത്? ടു ടേക്ക് മെഷേഴ്സ് ഇൻ ചേഞ്ചിങ് പേഴ്സണൽ ലോസ് എസ്പെഷ്യലി ഇൻ മാറ്റേഴ്സ് ഓഫ് മാരേജ്, ഫാമിലി, ഗാർഡിയൻഷിപ്പ്, എക്സെട്ര. Reference of disputes to International Court of Justice in case of failure of arbitration. To take measures to eliminate discrimination by any person, organization or enterprise. ഇങ്ങനെ ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ ഇന്ത്യ എടുക്കാത്ത മെഷർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ജനറലി നിങ്ങൾ ആലോചിച്ചാൽ മതി. എന്നിട്ട് ഒന്നും എലിമിനേറ്റ് ചെയ്യുക. അപ്പോൾ എടുക്കാൻ സാധ്യതയുള്ള ആദ്യം ആൾക്കാരെ കണ്ടെത്തുക, അല്ലെങ്കിൽ എടുക്കാൻ സാധ്യതയില്ലാത്ത ആളെ ആദ്യം കണ്ടെത്തുക എന്നുള്ള രീതിയിലോട്ട് വരിക. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് റിലേറ്റ് അല്ലാതെ തോന്നുന്ന ഏതാണോ അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമം. അങ്ങനെയാണ് നമുക്ക് ചിലപ്പോഴൊക്കെ ആൻസറിലോട്ട് എത്താൻ പറ്റുക. അതിനും ബേസിക്കലി നമുക്ക് എന്ത് വേണം? ഒന്നില്ലെങ്കിൽ ഈ ടോപ്പിക്ക്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കുകളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും അങ്ങനത്തെ MCQs പ്രാക്ടീസ് ചെയ്യുന്നൊരു ശീലവും വേണം. MCQs പ്രാക്ടീസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര അറിവുണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അവസാനം പരീക്ഷ ഹാളിലെത്തുന്ന സമയത്ത് വിൽ ബി സ്റ്റക്ക് ദർ, അവിടെ സ്റ്റക്കായിട്ട് നിൽക്കും. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് വൺ ഓഫ് ദ കോർ വാല്യൂസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ? ഗവേണൻസിന്റെ ചില ചോദ്യങ്ങളാണ്. എഫിഷ്യൻസി, ഇക്വിറ്റി, ബ്യൂറോക്രസി, എഫക്റ്റീവ്നെസ്. കോർ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. എൻട്രോപ്പി is a law of nature which all forms of organizations move towards. എൻട്രോപ്പി എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നുള്ളതാണ്. ഡിസ്ഓർഗനൈസേഷൻ ആൻഡ് ഡെത്ത്, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്, ഗ്രോത്ത് ആൻഡ് കണ്ടിന്യൂറ്റി, റിബർത്ത് ആൻഡ് എമർജൻസി. അടുത്ത വാക്കൊക്കെ പെർ ഇൻക്യൂരിയം ജഡ്ജ്മെന്റ് മീൻസ്. ഇത് ജുഡീഷ്യൽ ഗവേണൻസ് ആണ്, അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ ഭാഗമായിട്ടുള്ള ടേമാണ്. ജഡ്ജ്മെന്റ് സ്റ്റാൻഡ്സ് ആസ് എ വാലിഡ് പ്രസിഡന്റ്. പാർഷ്യലി അലോഡ് ഡിസിഷൻ, having no bindingness in subsequent decisions. Rebuttable judgment. ഇങ്ങനത്തെ ഡിഫറെൻറ്റ് ടെർമിനോളജി വെച്ചിട്ട് കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. The process of transmitting the idea or thought into meaningful symbol is called decoding, encoding, feedback, reception. Factual questions ആണ്. The first municipal corporation was established in India at Chennai, Delhi, Hyderabad, Mumbai. Which of the following is not a feature of good governance? Accountability, transparency, nepotism, rule of law. Simple question അല്ലേ. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബെസ്റ്റ് ആൻസർ കണ്ടെത്താൻ പറ്റുന്ന രൂപത്തിലോട്ട് മാറ്റിയാൽ മതി, എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത്.
Leaders are born and not made. It's a perception based on contingency theory of leadership, Pareto theory of leadership, Fiedler's model of leadership, situational leadership. ഇത് നമുക്കറിയാം, നമ്മളെല്ലാവരും ഇതിനോട് യോജിക്കുന്നുണ്ട്. ലീഡേഴ്സ് ആർ ബോൺ നോട്ട് മെയ്ഡ് എന്നുള്ളത്. പക്ഷെ അത് ഏത് തിയറിയുടെ ആണെന്നുള്ളതും ഒരു പക്ഷേ നമ്മൾ ഈ തിയറിയുടെ പേര് പോലും കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഗവേണൻസുമായി ബന്ധപ്പെട്ടിട്ട് ദർ ആർ ഡിഫറെൻറ്റ് തിയറീസ്, ഡിഫറെൻറ്റ് സ്കോളേഴ്സ്, ടെർമിനോളജീസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. പരീക്ഷയ്ക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൂടെ ചോദിക്കും കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു പൊളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഗവേണൻസ് പാർട്ട് എന്ന് വരുന്നത്. ഏകദേശം 30ഓളം ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ലെവലിൽ വേണം നമ്മളിത് മനസ്സിലാക്കാൻ കേട്ടോ. ഫൈൻ. നെക്സ്റ്റ് വിൽ ബി ഡിസ്കസിങ് ജോഗ്രഫി. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ജോഗ്രഫി. ജോഗ്രഫിക്കും നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് തന്നിട്ടുണ്ട്. സിലബസിൽ ഒരുപാട് ടേംസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് വേൾഡ് ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, ഈവൻ കേരള ജോഗ്രഫി എല്ലാം മെൻഷൻഡ് ആണ്. അതിൽ നിന്നും കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിനേഷനിൽ ചോദിച്ചിരിക്കുന്ന ചില ചോദ്യങ്ങൾ നോക്കുമ്പോൾ യു ഹാവ് ദീസ് ടോപ്പിക്സ് ലൈക്ക് ബേസിക്സ് ഓഫ് ജോഗ്രഫി. ജോഗ്രഫിയിൽ നിന്നുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിൽ എസ്പെഷ്യലി റിഗാർഡിംഗ് ദ കാൽക്കുലേഷൻ ഓഫ് ഡേറ്റ്, ടൈം തുടങ്ങിയിട്ടുള്ള മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ദെൻ ജിയോമോർഫോളജി പരമായിട്ടുള്ള ചില ചോദ്യങ്ങൾ കാണാൻ പറ്റും. ദെൻ സ്പെസിഫിക്കലി ജിയോ ഫിസിക്കൽ ഫിനോമിന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിൽ നിന്നുള്ള ചില ചോദ്യങ്ങൾ കാണാൻ പറ്റും. ക്ലൈമറ്റോളജിയുമായി ബന്ധപ്പെട്ടിട്ട് വേൾഡ് ജോഗ്രഫി, ഇന്ത്യയിൽ നിന്നുള്ള ഫിസിക്കൽ ആസ് വെൽ ആസ് സോഷ്യൽ ജോഗ്രഫി. ഓക്കെ, ഈവൻ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് ഒരു പക്ഷേ കേരള ജോഗ്രഫി റിലേറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ആസ് സച്ച് മെൻഷൻഡ് അല്ല. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ദാറ്റ് ഐ വിൽ ബി ഡിസ്കസിങ് ലേറ്റർ. ഓക്കെ, സോ ബേസിക് ജോഗ്രഫിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കിക്കേ. ഇവിടെ നിങ്ങൾക്ക് ലോഞ്ചിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഡേറ്റുകൾ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ വരുന്നത് എന്നുള്ള രീതിയിൽ പ്രൈം മെറിഡിയൻ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ, ആർട്ടിക് സർക്കിൾ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. അപ്പോൾ ഇത് ഒരു മാച്ച് ഇത് പെയർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ട്രോപ്പിക് ഓഫ് ക്യാൻസറും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും എന്ന രീതിയിലൊക്കെ മനസ്സിലാക്കിയിട്ട് മാച്ച് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് വരുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഡിഫറെൻറ്റ് രീതിയിൽ വരുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ല എങ്കിൽ ആൻസറിലോട്ട് എത്താൻ ബുദ്ധിമുട്ടാകും. അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കാം. Now another question നോക്കിക്കേ. A ship sailing from the eastern extremity of Aleutian Island to Dutch Harbor crosses 180° meridian at 23.5 hours on January 1st, 1999. What time and date will be recorded by the captain of the ship in his diary after 1 hour journey from the point of crossing of the meridian? Meridian cross ചെയ്ത് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ക്യാപ്റ്റൻ്റെ റെക്കോർഡിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലൊരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ജനുവരി 1 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജനുവരി 2 ആകുമോ, 3 ആകുമോ, 4 ആകുമോ എന്നുള്ള രീതിയിലും ചില ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, ടൈം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, ഡേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, ഈസ്റ്റ് വേർഡ് പോകുന്ന സമയത്ത്, വെസ്റ്റ് വേർഡ് പോകുന്ന സമയത്ത്, ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ലേണിങ്സ് ഉണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. കമ്മിങ് ടു ജിയോമോർഫോളജി. ഇവിടെ നോക്കിക്കേ, കാസ്റ്റ് ടോപ്പോഗ്രഫി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് കാസ്റ്റ് ടോപ്പോഗ്രഫി? അതിൻ്റെ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ നേച്ചറാണ് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ദാറ്റ് ഈസ് ദ അസേർഷൻ റീസൺ ടൈപ്പ്. അത് നമ്മൾ ജോഗ്രഫിയിൽ മാത്രമേ ഇപ്പോൾ കണ്ടിട്ടുള്ളൂ. ദി സെയിം ക്യാൻ ബി അപ്ലൈഡ് ഇൻ ഹിസ്റ്ററി, പോളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് എന്താണ് അസേർഷൻ, എന്താണ് റീസൺ എന്നുള്ള തുടങ്ങിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്റ്റേറ്റ്മെൻറ്റ് 1, സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടും ചിത്രീകരിക്കാം. അതിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് മോഡാണ് അസേർഷൻ എന്ന് പറയുന്നതും. ആൻഡ് വെദർ ദ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ റീസൺ ഫോർ ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ എ എന്നുള്ളതുകൂടെ മനസ്സിലാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ രീതിയിൽ ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. കാസ്റ്റ് ടോപ്പോഗ്രഫി എന്ന് പറയുന്ന ഒരു ഫീച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം. നൗ ജിയോ ഫിസിക്കൽ ഫിനോമിന. ഭൂമിയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട കുറച്ച് ഫിനോമിന ഉണ്ട്. അതിലൊന്നാണ് എന്ത്, എർത്ത് ക്വയ്ക്ക്, മറ്റൊന്ന് വോൾക്കാനോ, നിങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനത്തെ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എർത്ത് ക്വയ്ക്കിൻ്റെ ഇൻറ്റൻസിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ചില സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്തിരിക്കുന്ന ചോദ്യം. 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് കറക്റ്റ് ആണോ എന്നുള്ളത്. ഓക്കെ, വോൾക്കാനിക് ഇറപ്ഷൻ ഡസ് നോട്ട് ഒക്കർ ഇൻ ദ റീജിയൻ. എവിടെ കാണപ്പെടില്ല എന്നുള്ള രീതിയിലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വോൾക്കാനിസിറ്റി എന്ന് പറയുന്ന ഒരു ഫീച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 3 സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഫൈൻ.
അപ്പോൾ ഇവിടെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എർത്ത് എന്താണ് എന്ന് പഠിക്കുന്നതിനേക്കാൾ അപ്പുറത്തോട്ട് അതിൻ്റെ ഡിഫറെൻറ്റ് തലത്തിലോട്ടുള്ള ഡയമെൻഷൻസ് കൂടെ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമത്തെ ചോദ്യത്തിൽ കണ്ടോ, ഇൻറ്റൻസിറ്റി ഓഫ് എർത്ത് പറഞ്ഞു. ദെൻ മാഗ്നിറ്റ്യൂഡിൻ്റെ കാര്യം പറഞ്ഞു. എർത്ത് മാഗ്നിറ്റ്യൂഡ്സ് ആർ ബേസ്ഡ് ഓൺ ഡയറക്റ്റ് മെഷർമെന്റ് ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് സീസ്മിക് വേവ്സ് ഇൻ ദ റിച്ചർ സ്കെയിൽ ഈച്ച് ഹോൾ നമ്പർ ഡെമോൺസ്ട്രേറ്റ് എ 100-fold ഇൻക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് എനർജി റിലീസ്. അപ്പോൾ ഇങ്ങനെ ഇൻഡെപ്ത് എന്ന രീതിയിൽ വരെ ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ റിച്ചർ സ്കെയിൽ ഉണ്ടെന്ന് പഠിക്കുന്നതിനേക്കാൾ അപ്പുറത്തോട്ട് റിച്ചർ സ്കെയിലിൻ്റെ ആപ്ലിക്കേഷൻ എന്താ എന്ന് വരെ ഇവർ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ വോൾക്കാനിക് എറപ്ഷൻസ് എന്തുകൊണ്ട് ബാൾട്ടിക് സീയിൽ നടക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസറിലോട്ട് എത്താൻ പറ്റുന്നത്. ദെൻ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വോൾക്കാനിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വോൾക്കാനിസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫൈൻ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഫിനോമിന, ഫീച്ചേഴ്സ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. Now ക്ലൈമറ്റിലോട്ട് വരുന്ന സമയത്ത് യു ഹാവ് ഡിഫറെൻറ്റ് വിൻഡുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ദസ് യു ഹാവ് ദിസ് ക്വസ്റ്റ്യൻ റോറിംഗ് ഫോർട്ടീസ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എന്താണ് റോറിംഗ് ഫോർട്ടീസ് എന്ന് പറയുന്നത്? 4 സ്റ്റേറ്റ്മെൻറ്റാണ് തന്നിട്ടുള്ളത്. 4 സ്റ്റേറ്റ്മെൻറ്റ് അവരുടെ വിൻഡിൻ്റെ ബ്ലോയുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങൾ. ഫൈൻ. ദെൻ അനദർ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഒരു തീം തന്നിട്ട് ഫോർ ഷോർട്ട് ടേം ക്ലൈമാറ്റിക് പ്രഡിക്ഷൻ which one of the following events detected in the last decade is associated with occasional weak monsoon rains in the Indian subcontinent? അപ്പോൾ അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ തന്നിട്ട് അത് എന്തിനാണ് കുറിച്ച് ചോദിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കി വെക്കുക. കറണ്ട് അഫയേഴ്സ് റിലേഷൻസ് ചെറുതായിട്ട് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, എന്നാൽ ബേസിക്കും ആണ് അതേ സമയത്ത്. വീണ്ടും അസർഷൻ ആൻഡ് റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ഫ്രം ജോഗ്രഫി. ആൻറ്റി സൈക്ലോണിക് കണ്ടീഷൻസ് are formed in winter season when atmospheric pressure is high and air temperature are low. Winter rainfall in northern India causes development of anticyclonic conditions with low temperature. അപ്പോൾ ആ രീതിയിലുള്ള അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സൈക്ലോൺ. ഒരു സൈക്ലോണിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? എയർ കൺവേർജൻസ് ഉണ്ടോ? അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് എയർ ഉണ്ടോ? സെൻട്രിഫ്യൂഗൽ എയർ ഫ്ലോ ആണോ? സർക്കുലർ എയർ മോഷൻ ആണോ നടക്കുക എന്നുള്ള രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് ജിയോ ഫിസിക്കൽ ഫിനോമിന ആവട്ടെ, ക്ലൈമറ്റ് ആവട്ടെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, അതിൻ്റെ ഇമ്പാക്റ്റ്, അതിന് എന്തെങ്കിലും ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കാണ് ജോഗ്രഫി എന്നുള്ളത്. ഓക്കെ, ഇനി വേൾഡ് ജോഗ്രഫിന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യം നോക്കിക്കേ. സഹാറൻ ഡെസേർട്ടുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. ഫെർട്ടിലൈസ് ദ ആമസോൺ റെയിൻ ഫോറസ്റ്റ്. It provides mineral nutrients for phytoplankton in the Atlantic Ocean. It helped to build beaches across the Caribbean after being deposited for thousands of years. The Saharan Desert do not play any role in determining the intensity of hurricanes in the Atlantic Ocean. ഇങ്ങനെ ഡിഫറെൻറ്റ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ട് സഹാറൻ ഡെസേർട്ടിൻ്റെ ഫീച്ചർ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ അനന്തര ക്വസ്റ്റ്യൻ ഇന്ത്യ ഫിസിക്കൽ ആൻഡ് സോഷ്യൽ. ഇന്ത്യയുടെ ഫിസിക്കൽ ജോഗ്രഫിയും ചോദിക്കുന്നുണ്ട്, സോഷ്യൽ ആയിട്ടുള്ള ചില ജോഗ്രഫിക്കലും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ചിത്രകൂട്, ദൂസാഗർ, ജോഗ്, ആതിരപ്പള്ളി വാട്ടർഫാൾസ്, ഇതൊക്കെ കറസ്പോണ്ട് ചെയ്യുന്ന റിവേഴ്സ് ഏതൊക്കെയാണ്? ഫൈൻ. വേർ ഇസ് ദ ചിറാപുഞ്ചി സ്കാർപ്പ്? ചിറാപുഞ്ചി സ്കാർപ്പ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ജയന്തിയ, ഗാരോ, കാസി, നാഗ ഹിൽസിൽ എവിടെയാണെന്നുള്ളത്. ഗിവൺ ബിലോ ഇസ് എ ലിസ്റ്റ് ഓഫ് ടൗൺസ് ഇൻ സദേൺ കർണാടക. വിച്ച് ടൗൺ എമംഗ് ദീസ് ക്യാൻ ബി ഐഡന്റിഫൈഡ് ആസ് എ ഗോസ്റ്റ് ടൗൺ? ഗോസ്റ്റ് ടൗൺ എന്ന് വിളിക്കുന്ന സദേൺ കർണാടകയിലെ ടൗൺ ഏതാണ്? കുദ്രമുഖ്. നമ്മൾ രാമേശ്വരത്തെ ഒരു പക്ഷേ അങ്ങനെ പറയാറുണ്ട് അല്ലേ, പക്ഷെ ഇത് കർണാടകയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ സോഷ്യൽ ജോഗ്രഫി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇത് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഫൈനലി ഞാൻ പറഞ്ഞ പോലെ കേരള ജോഗ്രഫിയിൽ നിന്നോ അല്ലെങ്കിൽ വീണ്ടും ജിയോ ഫിസിക്കൽ ഫിനോമിന വെച്ചിട്ട് ഫ്ലഡ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നമുക്കിത് കേരള ജോഗ്രഫിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യം ഇതിലെ തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ദ ഫ്ലഡ് സിറ്റുവേഷൻ ഇൻ ദ കോസ്റ്റൽ ഏരിയാസ് വാസ് ഇന്റൻസിഫൈഡ് ബൈ ദ പെരിജിയൻ സ്പ്രിംഗ് ടൈഡ് ഡ്യൂറിംഗ് 11 to 15 ഓഗസ്റ്റ് 2018. 2008 ഫ്ലഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അതിൽ കയറി വന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് വൺ ഓഫ് ദി ലാർജസ്റ്റ് ഫ്ലഡ്സ് ഏരിയാസ് വാസ് ദോസ് അഡ്ജസ്റ്റന്റ് ടു ദ ബാക്ക്വാർഡേഴ്സ് along the coast. Areas adjoining these wetlands that are normally flood free were flooded to a large extent. അപ്പോൾ ഇങ്ങനത്തെ 2018 കേരള ഫ്ലഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത് തന്നിരിക്കുന്നത്. സാധാരണ രീതിയിലുള്ള ഒരു ചോദ്യമല്ല, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നിരുന്നാൽ പോലും ഇങ്ങനത്തെ കുറച്ച് കേരളത്തിൽ നടക്കുന്ന ജിയോ ഫിസിക്കൽ ഫിനോമിന വെച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ കൂടെ കേരള ജോഗ്രഫിയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. So dear students, by this we have completed our discussion regarding this paper 1 from KS Prelims 2020. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കൂടുതൽ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തോട്ടായിട്ട് എങ്ങനെയായിരിക്കണം നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് അതിൻ്റെ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ പാറ്റേൺ,
ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന കോർ ഏരിയ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ ശ്രമിച്ചത്. ആസ് വെൽ ആസ് സം വെരി ഇമ്പോർട്ടൻറ്റ് ഇൻപുട്സ്, നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത്. സോ ഇങ്ങനെ വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അടുത്തൊരു പാർട്ട് നമുക്ക് ചെയ്യാം. അതിന് മുന്നോടിയായിട്ട് ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ. ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബാച്ച് ഫോർച്യൂൺ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നുണ്ട്. മാർച്ച് 17 മുതൽക്ക് അത് ആരംഭിക്കും. അങ്ങനെ കൃത്യം ഒരു 90 ദിവസത്തെ ഒരു സ്റ്റഡി മോഡിലോട്ട് നിങ്ങളെ KS പ്രിലിംസ് എല്ലാം പാസ്സാക്കി മെയിൻസിലോട്ടുള്ള ഒരു റെഡിയാക്കി വെക്കുന്ന ഒരു ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബാച്ചാണ് ഫോർച്യൂൺ IAS നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുള്ളത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ഉടനെ തന്നെ ഓഫീസ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. KSമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഇവിടെ ലഭ്യമാണ്. അതെല്ലാം എത്രയും പെട്ടെന്ന് അവൈൽ ചെയ്യാനും ശ്രമിക്കുക. ഫോർ മോർ ഡീറ്റെയിൽസ് ജസ്റ്റ് ചെക്ക് ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. കൂടുതൽ വിവരങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടാകും. മറ്റൊരു വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.